മത്രാണനും പരനുമൊന്നുറപ്പവരും തത്രാണദേഹവുമനിത്യം കളത്രകരം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം പ്രതിജ്ഞ അൻപേണമെന്മനസി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാക്ഷമിതവാഴ്ത്തുന്നു ഞാനുമിത അൻപത്തൊരക്ഷരമോരോ മൊഴിയിൽ അൻപോടു ചേർത്ത ആദ്യക്ഷരത്തിനുളവായുന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിനിതട കരുതി ആദ്യക്ഷരാലിവയിലോരോതെടുത്തു പരികീർത്തിപ്പതിന്നരുള ഇക്കണ്ട വിശ്വമതുമിന്ദ്രാദിദേവകളുമർക്കേന്ദു ബന്ധികളോടൊപ്പം വിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിൻമൂലമക്ഷരവും മൂർത്തായി വരേണമിത നാരായണായ നമഃ. ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരീ വണ്ണമുള്ളൊരുപദേശങ്ങളിലുള്ളവേ ജീവൻ കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമഃ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലമിതന്നാകിലും മണിയെ ചൊല്ലുന്നതാഴു തിരുനാമങ്ങളന്നവര് നല്ലു ഗതിക്കുമഴി നാരായണായ നമഃ. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന് നാരായണ അച്യുത ഹരേ എന്നതിനൊരുവർ നാവും വേണ്ടു ഹരി നാരായണായ നമഃ. ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാടുമാക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമഃ. ഋഘോഷനെ ചില ഭാഷിക്കലും ചിലകടി പാവി എന്നു പറയുന്നാകിലും മനസ്സിൽ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലുക ഹരി നാരായണായ നമഃ. ലക്ഷ്മാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കിലുമിതജിതന്റെ നാമഗുണമതിനു വേണ്ടതഠം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമഃ. ലകാരമാദി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തിയകമേ വന്നുദിപ്പതിനും വൈകുന്നതെന്തു ഹരി നാരായണായ നമഃ. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി ഹരേ കൃഷ്ണ. പുറത്തുനിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാനൊന്ന് കിച്ചുവിനെ കാണിച്ചതാ. ഓക്കെ.
ഹരിനാമ കീർത്തനം ഇവിടെ എപ്പോഴും പോകും. വെളുപ്പിനെ ഒരു 4 മണി മുതൽ എപ്പോഴും ഉണ്ടാവും. ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും പ്ലേ ചെയ്യും. 4:30 ആവില്ല, 4 മണിയാകുമ്പോഴത്തേക്കും പ്ലേ ചെയ്യും. ഇന്നലെ കുറേ വർക്ക് ഉണ്ടായിരുന്നു. അന്ന് ത്രോട്ട് ഭയങ്കര കിച്ച് കിച്ച്, അതാ ക്ലാസ് എടുക്കാതിരുന്നത് ഇന്നലെ. ബോറടിക്കുന്നില്ലല്ലോ? ഇവിടെ ഫുൾ ടൈം ഭഗവാന്റെ എന്തെങ്കിലും ഒരു കീർത്തനം പോയിക്കൊണ്ടേയിരിക്കും. ഇന്നലെ നമ്മുടെ ലില്ലി മാതാജിയുടെ വിവാഹ വാർഷികമായിരുന്നു. ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ആ വേർപ്പും എല്ലാം കൂടെ തലയിൽ പിടിച്ച്, പിന്നെ കുറേ ഡബ്ബിങ്സ് പോകുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരവും മഞ്ജരീസിൻ്റെ ഫോൺ കോൾസും എല്ലാം കൂടെ ആയപ്പോൾ ഉള്ള ഒരു ചെറിയൊരു ത്രോട്ട് ഇഷ്യൂ അത് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാത്തത്. പക്ഷേ ഇന്നലത്തെ സമയം ഞാൻ വേസ്റ്റ് ചെയ്തില്ല. മാക്സിമം മെസ്സേജുകളെല്ലാം നോക്കി. അതുപോലെ പാക്ക് ചെയ്യാനുള്ളതൊക്കെ കുറേ പേർക്ക് ജപമാല, ഗോപീചന്ദനം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വേണമായിരുന്നു. തേന്, കായപ്പൊടി, അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു. എനിക്കിങ്ങനെ ഈ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഞാൻ ഈ കീർത്തനവും ഈ വിളക്കിലെ തിരി ഇങ്ങനെ നോക്കിയിരിക്കും ഇവിടെ ഇരുന്നിട്ട്. ഒരു വല്ലാത്ത ഫീലാ. നിങ്ങൾ വിചാരിക്കും ഈ അമ്പിളി മാതാജിക്ക് വട്ടാണ്, ഇത് എന്തൊക്കെ കാണിക്കണേന്ന്. പക്ഷെ ഭയങ്കര ഫീലാത്. ഭഗവാന്റെ ഈ ഒരു ശ്ലോകങ്ങളും ഇവിടെ ഇങ്ങനെ ഇരിക്കാനും, കുറേ ചെടികൾക്കിടയിൽ ഇരിക്കാനും, ഈ വിളക്കിലെ തിരി ഇങ്ങനെ നോക്കിയിരിക്കാനും വേറൊരു എന്താ പറയുക, വേറൊരു ഫീലാണ്. അത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയുമ്പോഴേ ആ ഒരു ഫീല് കിട്ടും. എല്ലാവരും വന്നോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവോ? ഗീത, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രാവിലെ ആകുമ്പം ഈ മരത്തിൽ കുറേ തത്ത വരും. തത്ത, അണ്ണാങ്കുഞ്ഞ്, കുറേ കിളികൾ വരും. ഭയങ്കര രസമാണ്. സന്ധ്യയും അതിരാവിലെയും ഒരു വ്യത്യാസവും ഇല്ല.
ഭയങ്കര ഫീലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 4 ശ്ലോകം 32 പോകുന്നത്. കീർത്തനം അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഓഫ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് ഓഫ് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫോൺ വർക്കിംഗ് ആണ്. രാവിലെ ഞാനൊരു 8:30-9 മണി വരെ ഇങ്ങനെ ഒന്ന് ഡു നോട്ട് ഡിസ്റ്റേബിൾ ഇടും. കാരണം എനിക്ക് ഒരു പണിയും നടക്കുന്നില്ല. 5:30 മണി മുതൽ കോൾസാണ്. പൂജ നടക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഒരു 9 മണിക്ക് ശേഷമുള്ള കോൾസ് പിന്നെയും നമുക്ക് എടുക്കാം. വർക്കിംഗ് ആണ്. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഫോണ്. വർക്കിംഗ് ആണല്ലോ. ചാർജ് ഒരല്പം കുറവാ. അപ്പൊ നമുക്ക് 32 ശ്ലോകം എടുക്കാം. ഏവം ബഹുവിധ യജ്ഞാവിദധാ ബ്രാഹ്മണോ മുഖേ കർമ്മജാൻ വിന്ദിതാൻ സർവാനേമാം ജ്ഞത്വാ വിക്ഷോമ്യസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമോക്ഷ്യസ്യേ, തെറ്റിപ്പോയി, വിമോക്ഷ്യസ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവം എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഇപ്രകാരം, ഇതുപോലെ. ഇതിനെയാണ് ഏവം എന്ന് പറയുന്നത്. ബഹുവിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവിധം, ഒരുപാട് പല തരത്തിലുള്ള യജ്ഞ. യജ്ഞ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ. ഓക്കെ, എടുത്തെടുത്ത് പറയുന്നില്ല. ഒരു കുയിൽ വന്ന് നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. പോകാൻ പറയണോ കുയിലിനോട്? രാവിലെ ഒരു ദിവസം 5:30 ക്ലാസ് എടുക്കണം, നാളെ എടുക്കാം. ഭയങ്കര രസമുള്ള ഫീലായിരിക്കും. പല വിധത്തിലുള്ള യജ്ഞങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് വിധത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. ഈ യജ്ഞങ്ങളെല്ലാം തന്നെ വേദസമ്മതങ്ങളാണെന്നാണ് പറയുന്നത്. യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. പല വിധത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നാണ് പല വിധത്തിലുള്ള യജ്ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താ പറയണത്? ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മങ്ങളും കണ്ടു. ഈ കുയിലും തത്തയൊന്നും അടങ്ങിയിരിക്കില്ല. ഒരു 5:30 മണിക്ക് ക്ലാസ് എടുക്കാനേ പറ്റില്ല. ഇവർ സമ്മതിക്കില്ല. അതാണ് ഞാൻ എടുക്കാത്തത്. വേദങ്ങളും കർമ്മങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? കർമ്മങ്ങളിൽ നിന്നാണ് പല വിധത്തിലുള്ള എന്താ പറയുന്നത് യജ്ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുക്തി നേടാം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് മുക്തിയാണല്ലേ? മോക്ഷം വേണം, മുക്തി വേണം. നമ്മളിവിടെ ഇങ്ങനെ ഗതികെട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ സ്പീഡായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഓട്ടമെല്ലാം തീരുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്താണ്, നേരത്തെ എടുത്തിരുന്നാണ്, കുറച്ച് വർക്ക് കൂടിയപ്പോൾ എനിക്കൊരല്പം കിടക്കണം. അതുകൊണ്ടാണ് ഈ 5:30 പൂജ എല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് ഞാൻ വീണ്ടും ഒരു 8 o'clock എഴുന്നേൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ 5:30 എൻ്റെ അടുത്ത് തന്നെ. നാളെ ഒരു 5:30 എടുക്കാം. നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ ഫീലും കൂടി കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ധൃതി പിടിച്ച ജീവിതത്തിൻ്റെ ഓട്ടം, ഈ ഓട്ടം അവസാനിച്ച് നമുക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയി നമ്മളിങ്ങനെ മരണം കാത്തു കിടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കൽ എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് കിടന്നാ മതി, അല്ലെങ്കിൽ ഒന്ന് മരിച്ചാ മതി, ആർക്കും നമ്മളൊരു ബുദ്ധിമുട്ടാവരുത് എന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ? ഒരു പ്രയാസം ഉണ്ടാക്കാതെ, ആരെക്കൊണ്ടും ഒരു ശല്യം എന്ന് പറയിപ്പിക്കാതെ നമ്മൾ മരിച്ചാ മതി എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രയാസങ്ങളെക്കുറിച്ചും നമ്മൾ റിഗ്രറ്റ് ചെയ്യുക. നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, എന്താ പറയുക, ഒരുപാട് പേരെ വേദനിപ്പിച്ചത്, നമ്മൾ തന്നെ സ്വയം നമ്മൾ കാണിച്ച അഹങ്കാരങ്ങൾ, ഇങ്ങനെ എല്ലാം ഞാനായാലും നിങ്ങളായാലും എല്ലാം ആലോചിക്കും. ഇനി ജീവിക്കേണ്ട, മരിച്ചാ മതി എന്ന് ആലോചിക്കും. ആ സമയത്തുള്ള റിഗ്രഷൻ, ആ ഒരു റിഗ്രറ്റ് ചെയ്യുന്ന അവസ്ഥ, അത് നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി പ്രാക്ടീസ് ചെയ്യണം. ആ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും? നമ്മുടെ കർമ്മങ്ങൾ ശരിയാവും. കർമ്മങ്ങൾ ശരിയാവുമ്പോൾ എന്താവും? യജ്ഞങ്ങൾ ചെയ്യാൻ തുടങ്ങും. യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച് കുറേ നമ്മളിങ്ങനെ ഹോമകുണ്ടൊക്കെ വെച്ച്
കുറേ സംഭവങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല യജ്ഞങ്ങൾ. അന്നദാനം കൊടുക്കുന്നത്, വൃദ്ധസദനം ആരംഭിക്കുന്നത്, വേദങ്ങൾ നന്നായി പഠിക്കുന്നത്, സ്വയം എല്ലാത്തിൽ നിന്നും നമ്മൾ പിൻവാങ്ങി ഈശ്വരനെ നന്നായി സ്മരിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഓരോ തരത്തിൽ പറഞ്ഞാലുള്ള യജ്ഞങ്ങളാണല്ലേ. എനിക്ക് ശബ്ദമില്ല, മിണ്ടാതിരിക്കുക എല്ലാവരും. അപ്പോൾ യജ്ഞങ്ങളാണ്. ഈ യജ്ഞങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം ശരിയാവും. കർമ്മങ്ങളെല്ലാം ശരിയായാൽ നമുക്ക് ജീവിതത്തിൽ മുക്തി കിട്ടും, മോക്ഷം കിട്ടും. ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയി കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ വഴിപാട് ചെയ്തത് കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല മുക്തിയും മോക്ഷവും. ഇത് കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ശരിയാവണം. കർമ്മങ്ങൾ ശരിയായാൽ യജ്ഞങ്ങൾ ശരിയാവും. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുക്തിയായി, മോക്ഷമായി. അതാണ് 32-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് വേദങ്ങളിൽ ഒരുപാട് യജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് യജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അവരും നല്ല ജീവാത്മാക്കളാണ്. അവർക്കും ഗീത കേൾക്കാൻ സമയമായി. മനുഷ്യര് നമ്മളെപ്പോഴും എന്തിലാണ്? ശരീരബോധത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. എപ്പോഴും നമ്മളൊരു ശരീരബോധം ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലാതെ നമുക്കൊരിക്കലും ഈശ്വരനിലേക്ക് എങ്ങനെ അടുക്കാം എന്നൊരു ചിന്തയില്ല. പക്ഷേ എന്താ കാര്യം? ഗുരുവായൂരല്ല, ചെന്നൈയിലാണ്. അപ്പോൾ ഈശ്വരനിലേക്ക് അടുക്കണം എന്നൊരു ബോധം നമുക്ക് ആർക്കുമില്ല. പക്ഷേ ഈശ്വരനോട് നമ്മൾ കണക്റ്റ് ആയിരിക്കുന്ന എന്തിനാണ്? അത് ഞാനും നിങ്ങളും കണക്റ്റ് ആയിരിക്കുന്ന എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരാനാണ്. എല്ലാം ആർക്കെങ്കിലും ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ? എല്ലാവരും ഭഗവാനെ ഇങ്ങനെ ഉണ്ടാവണേ, അങ്ങനെ ഉണ്ടാവണേ, ഈ പ്രശ്നം തീരണേ, ആ പ്രശ്നം തീരണേ. അതിന് നമ്മളെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങൾ തീർക്കാനുള്ളൊരു മാർഗമായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അല്ലെങ്കിൽ ഭഗവാനോടടുത്താൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും, നമുക്ക് സമാധാനം കിട്ടും എന്നൊരു ചിന്ത അത് നമുക്കുള്ളിലുണ്ട്. പൂർണ്ണമായി നമ്മളാരും കൃഷ്ണനോട് അടുത്തിട്ടില്ല, ആരും അടുത്തിട്ടില്ല. നമുക്ക് സേഫായി ഇരിക്കണം, അതിന് കൃഷ്ണൻ വേണം അല്ലേ? ഈ ചിന്തയാണ് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് ഒരു തരത്തിലൊരു ശാരീരിക ബോധമാണ്. ഈ ബോധത്തിൽ നിന്നും നമ്മൾ ഉയരണം. പ്രശ്നങ്ങൾ ഉണ്ടാവാണേ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടാവാണേ ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമേ അല്ല. എനിക്കൊന്നും കൃഷ്ണനിൽ നിന്ന് വേണ്ട. അദ്ദേഹത്തോടുള്ളൊരു പ്രേമം എനിക്ക് വർദ്ധിപ്പിച്ചാൽ മതി. ചിലവർക്ക് തിരുപ്പതി ഭഗവാന്റെ വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ അഡ്മിൻ ദിവ്യ മാതാജി എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നത് തിരുപ്പതി ഭഗവാനെയാണ്. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ ചോദിച്ചു, എന്താ മാതാജി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, സ്റ്റാറ്റസ് എന്താ? അതെനിക്ക് വല്ലാത്തൊരു ആസക്തിയാണ് ഭഗവാനോട്. ആ തിരുപ്പതി ഭഗവാൻ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഒരു ക്രേസാണ്. അതുപോലെ 1-2 പേര് എപ്പോഴും ഭഗവാന്റെ DP വെക്കും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ എപ്പോഴും ഭഗവാന്റെ DP വെക്കുന്നത്? അല്ല, അത് ഭഗവാന്റെ ആ കണ്ണ് കാണുമ്പോഴേ, ഭഗവാൻ ഇങ്ങനെ ആലിലയിൽ കിടക്കുന്നത് കാണുമ്പം ചിലവർക്ക് മഹാവിഷ്ണു രൂപം, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഭഗവാനോട് ആസക്തി തോന്നുന്നവരുണ്ട്. ആ ആസക്തിയെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, മറ്റ് നമ്മുടെ ഭൗതിക ആസക്തിയായിട്ട് കാണരുത്. അതൊരു വല്ലാത്തൊരു പ്രേമമാണ്. ആ പ്രേമത്തിൻ്റെ അളവ് കൂടി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കതൊരു മാറ്റർ അല്ലാതെ തോന്നുന്നത്. ആര് വിട്ടിട്ട് പോയാലും, ആര് മിണ്ടിയാലും, ആര് ഉപേക്ഷിച്ചാലും, ഇനി പട്ടിണി കിടന്നാലും കൃഷ്ണനുണ്ടെങ്കിൽ സ്വസ്ഥം എന്ന ഒരു മൈൻഡിലേക്ക് നമ്മൾ ഉയരണം. അതിനെയാണ് DP വെക്കാൻ അറിയില്ല, ശരിയാക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പ്രേമം എന്ന് പറയുന്നത്. ഈ പ്രേമമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് തോന്നുന്നത് എന്താ അറിയോ? ഭഗവാനെ, ജീവിതത്തിൽ എൻ്റെ പ്രയാസങ്ങളെല്ലാം തീർത്തു തരണേ, എൻ്റെ കഷ്ടപ്പാടുകൾ തീർത്തു തരണേ കൃഷ്ണ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാനും സപ്പോസ് അതന്നെ പ്രാർത്ഥിച്ചു പോകും.
നമ്മൾ ആരും ഉയർന്ന വ്യക്തികളല്ല, നമ്മളെല്ലാവരും താഴ്ന്ന വ്യക്തികളാണ്. ഭക്തരുമല്ല, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അല്ലേ? ഞാനും നിങ്ങൾ ഒരുപോലെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക്. ആ സമയത്തെ നമുക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു പ്രേമത്തിലേക്ക് എത്താൻ പറ്റൂ. അതുവരെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ നടത്തുന്ന യജ്ഞങ്ങളാണ് എന്ത്? അന്നദാനം, ഹാരമണിയല്, ജപം. ഇതൊക്കെ ഭഗവാനോടുള്ള ആ ഭക്തി നമുക്ക് കൂടാൻ, പ്രേമം കൂടാൻ നടത്തുന്ന യജ്ഞങ്ങളാണ്. ഇപ്പൊ മനസ്സിലായോ? യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാവും. നമ്മൾ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ജപവും ഹാരമണിയലും അന്നദാനവും ഇങ്ങനെ പല 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 യജ്ഞങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ വന്നിട്ട് എന്താവും? സാത്വികതയുള്ള കർമ്മങ്ങളാവും. ആരോടും ദേഷ്യപ്പെടില്ല, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ ക്ഷമിക്കാനുള്ള മനസ്സ് കിട്ടും. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നന്നാവും. അപ്പൊ യജ്ഞം ചെയ്യും, കർമ്മം നന്നാവും, യജ്ഞം ചെയ്യും, കർമ്മം നന്നാവും. ഇപ്പൊ ഇത് രണ്ടും കൂടെ കണക്ഷൻ ആയാൽ എന്തായി? ഭഗവാനെ അറിയാൻ സാധിക്കും. അപ്പൊ എന്തായി? മോക്ഷമായി. ഇതാണ് 32ാമത്തെ ശ്ലോകം. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇത് വല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാതെ നമ്മൾ എന്താ പറയാ, വേറെ ഒരു ലെവലിൽ, അതായത് ഈ ഗീതയിൽ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല. പക്ഷെ പ്രഭുപാജി അതിനെ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൻ്റെ ആന്തരികതയിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ 32ാമത്തെ ശ്ലോകം. പ്രഭുപാജി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ വായിച്ചുതരാം. മുൻപ് വിവരിച്ചതുപോലെ പലതരത്തിലുള്ള പ്രവർത്തകർക്ക് അനുയോജ്യമായ വിധത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യർ ശാരീരിക ബോധത്തിൽ മുഴുകി നിൽക്കുന്നു. ആയതിനാൽ ഈ യജ്ഞങ്ങളെല്ലാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അവയുടെയെല്ലാം അന്തിമ ലക്ഷ്യം ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണ് താനും. ഇത് ഭഗവാൻ സ്വയം വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് പ്രഭുപാജി പറഞ്ഞത്. ഇതിങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ നമുക്കുള്ളിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അതിൻ്റെ ആന്തരികമായിരിക്കുന്ന സിമ്പിൾ വെർഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ആ സിമ്പിൾ വെർഷനിലൂടെ പ്രഭുപാജി 32ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ? ആ ഒരു യജ്ഞം എന്ന് പറയുന്നത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നമുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ജപിക്കുക, വായിക്കുക, പ്രചരണം ചെയ്യുക, പല കാര്യങ്ങൾ. മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴോ ഈശ്വരനെ ചിന്തിക്കുക. ഇനി എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഹാരമണിയുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യജ്ഞം ചെയ്യാം. യജ്ഞം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മത്തിലേക്കാണ് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. മനസ്സിലാണ്? ഇപ്പൊ ഗുളിക, തലവേദന വന്നു, ഒരു ഗുളിക കഴിച്ചാൽ അത് എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുക? നമ്മുടെ ബോഡിയിൽ അല്ലേ? ആ തലവേദനയ്ക്ക് ഒന്ന് കുറഞ്ഞ് നമ്മൾ ശാന്തമാവും. അതേപോലെ യജ്ഞം എന്ന് പറയുന്നത് ഒരു ഗുളികയാണ്. കർമ്മം എന്ന് പറയുന്നതോ ശരീരമാണ്, ബോഡി. അത് ഇതാണ് കേട്ടോ, എക്സാമ്പിളാണ്. യജ്ഞത്തിന്റെ പ്രതിഫലനം നമ്മുടെ കർമ്മത്തിൽ കാണും, നമ്മുടെ പ്രവൃത്തിയിൽ കാണും. യജ്ഞവും പ്രവൃത്തിയും ശരിയായാൽ ഈശ്വരനിലേക്കുള്ള വഴി കറക്റ്റായി. ഇതാണ് ഭഗവാൻ പറയുന്നത്. സിമ്പിളായില്ലേ? മനസ്സിലായില്ലേ? ഈ ഗീതയെക്കുറിച്ച് 2 ദിവസം മുന്നേ ഞാൻ ഒരു കാര്യം ആലോചിച്ചിരുന്നു. ജപിക്കുന്ന സമയത്ത് ഭഗവാന് പൂജ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ തോന്നി. അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു. അതിപ്പോൾ പറഞ്ഞുതരാം. ഗീതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഗീത കേൾക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മൈൻഡിൽ നിൽക്കില്ല. എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഗീത നിൽക്കൂല. പഠിപ്പിച്ചു തരുന്ന എനിക്കും നിൽക്കൂല, സീരിയസ്ലി നിൽക്കൂല. നമ്മൾ ആരെ എൻസൈക്ലോപീഡിയകളല്ല, നമ്മളെ മൈൻഡിൽ നിൽക്കൂല ഗീത. പക്ഷെ നമ്മുടെ ആത്മാവിൽ ഇതെല്ലാം സ്റ്റോറാണ്. എല്ലാം ആത്മാവിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാൻ പറ്റുന്നില്ല. പറഞ്ഞു തരുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈക്വലാണ്. ഒരു വ്യത്യാസമില്ല, 1% പോലും വ്യത്യാസമില്ല. അതാണ് അതിൻ്റെ വാസ്തവം. ഇപ്പം നമ്മൾ അധ്യായം 4 ഈ 32ാമത്തെ ശ്ലോകം ഞാൻ എടുത്തു. 32ാമത്തെ ശ്ലോകം ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേ. 31 വരെയുള്ള ശ്ലോകം ചോദിച്ചാൽ നിങ്ങൾക്കും ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞ എനിക്കും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഗീതയുടെ പ്രത്യേകത. മനസ്സിലാവുണ്ടോ? അതാണ് അതിൻ്റെ പ്രത്യേകത. ഗീത ഭയങ്കര ഒരു സംഭവമാണ്.
അതേസമയം നമ്മളൊരു സിനിമ കണ്ടാലോ, ആ സിനിമയുടെ പലതും നമ്മുടെ തലയിൽ നിൽക്കും. എത്ര കാലം കഴിഞ്ഞാൽ അതിൽ കോമഡി നിൽക്കും. ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഗീത നിൽക്കൂല. ഗീത ഒരു എന്താ പറയാ, ഒരു സ്ഫടികം മെർക്കുറി പോലെയാണ്. ഒരു ഇങ്ങനെ 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 തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഗീതയുടെ ഒരു രസം എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ വാക്കാണ്. ആ വാക്ക് ഉൾക്കൊള്ളുന്നത് ശരീരമല്ല, ആത്മാവാണ്. ആ ആത്മാവ് ഗീത കേൾക്കുമ്പോൾ ഗീത സ്വീകരിക്കും. ആ ഗീത ആത്മാവ് സ്വീകരിച്ച് ആത്മാവ് എന്താവും? വിശുദ്ധീകരിക്കപ്പെടും, പവിത്രീകരിക്കപ്പെടും. അങ്ങനെ ആത്മാവ് പുതിയൊരു ജന്മം എടുക്കണോ വേണ്ടേ എന്ന് ഭഗവാൻ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ആ കപ്പ വെച്ചോളൂ ഭഗവാന്. ജിലേബിയും ലഡുവും വെണ്ണയും എടുത്തു മാറ്റിക്കും. പിന്നെ എന്തായാലും നമ്മളവിടെ വെച്ചത് ജിലേബി, ഫ്രൂട്ട്സും എടുത്തു മാറ്റി. ഇനി കപ്പ വെച്ചോ. തുളസി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറന്നുപോകും. അപ്പോൾ ഭഗവാന്റെ അതീവ കാരുണ്യമുള്ളവർക്ക് ഗീത പറയാൻ പറ്റൂ എന്ന് കരുതി ഞാൻ ഭഗവാന്റെ അതീവ കാരുണ്യമുള്ള ഒരാളല്ല. എന്തുകൊണ്ടായിരിക്കും ആ കാരുണ്യം ഭഗവാൻ എനിക്ക് തന്നത്? എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ഭഗവാന് പ്രിയപ്പെട്ടത് ഞാനല്ല, നിങ്ങളാണ്. സീരിയസ്ലി, ഭഗവാന് ഭയങ്കര പ്രിയപ്പെട്ടവര് എന്നേക്കാൾ കൂടുതൽ നിങ്ങളാണ്. അപ്പൊ ഭഗവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഗീത കേൾക്കാൻ. ഇപ്പോൾ ഇത്രയും പേരുണ്ട്, ഇവരെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവരെങ്ങനെങ്കിലും ഗീത കേൾക്കണം. അതിന് ഇവളെ ജോലിക്കാരിയായിട്ട് അങ്ങോട്ട് നിർത്താം. നീ എൻ്റെ സെർവൻ്റാണ്, അവരുടെയും ജോലിക്കാരിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കണം. അതിനുള്ള ജോലിക്കാരിയാണ് നീ. ഞാൻ പറഞ്ഞ എൻ്റെ ജോലി നീ ചെയ്യ എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ പറയുന്ന സമയത്ത് പറയാനുള്ള കാരുണ്യം എനിക്ക് തരും. ആ കാരുണ്യം ഭഗവാന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തും. അപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? ഗീത കേൾക്കുന്നവരാണ്, പറയുന്നവരല്ല. സീരിയസ്ലി, ഗീത കേൾക്കുന്നവരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ, പറയുന്നവരല്ല. ആ തെറ്റിദ്ധാരണ മാറ്റിക്കോളൂ. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണോ ഗീത കേൾക്കുന്നത് അവരിലാണ് ഭഗവാൻ അതീവ കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ആത്മാവ് ശ്രവിക്കുന്നുണ്ട്. പറയുന്നവര് ഭഗവാന്റെ വെറും ജോലിക്കാർ, ഭഗവാന്റെ ഏറ്റവും താഴേക്ക് ഭഗവാൻ സൈഡ് ലൈൻ ചെയ്തിട്ട ജോലിക്കാർ. മനസ്സിലായില്ലേ? ഭഗവാൻ ഇഷ്ടപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ടവരാണ് എന്താ പറയാ, ഭഗവാനിലേക്ക് അടുക്കുക അല്ലെ. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വരുന്നവര്, ഭഗവാനോട് സംസാരിക്കാൻ വരുന്നവര്, ഭഗവാനെ അറിയാൻ വരുന്നവരാരാണ്? ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഭഗവാൻ ഏറ്റവും കാതോർത്തിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അതിന് നിയോഗിച്ച ഭഗവാന്റെ ജോലിക്കാരിയാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ഗീത പറയുന്നവർ അതിസംഭവ ബഹുലമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർ ഭഗവാന്റെ ഏറ്റവും താഴെയുള്ള സെർവൻസ് ആണ്. അവരങ്ങനെ ഇരിക്കാൻ പാടും. അല്ലാതെ എനിക്ക് ഗീത പറയാൻ സാധിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്നൊരിക്കലും അഹങ്കരിക്കരുത്. അത് പറയാൻ ഭഗവാൻ നമുക്കൊരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡൗൺ ടു എർത്ത്, താഴേക്ക് നമ്മൾ പോകണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പം 32ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 33ാമത്തെ ശ്ലോകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രേയാൻ ദ്രവ്യമയാധ്യാജ്ഞാത് ജ്ഞാനജ്ഞ പരം തപാ സർവം കർമാഖിലം വാർത്തജ്ഞാനേ പരിസാമ്യഭതേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ ശത്രുജ്ഞയ, ദ്രവ്യയജ്ഞങ്ങളെക്കാൾ, അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറയില്ലേ, അങ്ങനെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അറിവോടുകൂടി ചെയ്യുന്ന യജ്ഞം. നമുക്കൊരു സംഭവം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ജോലിക്കാരാക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എടുത്തരുന്നത്. നാളെ നിങ്ങളും ഇതുപോലെ പ്രചരണം ചെയ്യണം. അപ്പം നമുക്ക്
എന്താ പറയുന്നത്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒഴിവാക്കി ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ജ്ഞാനയജ്ഞം എന്നാണ് പറയുന്നത്. ദ്രവ്യയജ്ഞം സ്വന്തമായിട്ടുള്ളതിനെ ഒഴിവാക്കുന്നതിനേക്കാൾ അറിവോടുകൂടി ചെയ്യുന്ന പല പ്രവർത്തികളുണ്ട് അല്ലെ. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. സർവകർമ്മത്യാഗങ്ങളും, എല്ലാ കർമ്മത്തോടു കൂടിയുള്ള ത്യാഗങ്ങളും. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. ഞാൻ ഈ ശബ്ദമില്ലാണ്ടും നിങ്ങൾക്ക് വേണ്ടി അത്രയും സ്ട്രെസ് ചെയ്ത് ഞാൻ ക്ലാസ് എടുത്തരാണ് ഭഗവാന് വേണ്ടിയിട്ട്. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് എവിടെയാണ്? ദിവ്യജ്ഞാനത്തിലാണ്, അതീന്ദ്രിയ ജ്ഞാനത്തിലാണ്. നമ്മൾ കംപ്ലീറ്റ് ഗീതയും പഠിച്ചു വെച്ചിട്ട്, നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചു വെച്ചിട്ട് ഒരാൾക്കും എൻസൈക്ലോപീഡിയ മാതിരി ഇരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കാണാറുണ്ട് പലരും ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയുക, ഭയങ്കര വാഗ്വാദങ്ങളും കാര്യങ്ങളും. ओके प्रभु जी, हरे कृष्णा. थैंक यू प्रभु जी, हरे कृष्णा. कृष्णा मर्सी, जय श्री राधे राधे. ओके प्रभु जी. जय श्री राधे राधे प्रभु जी. ओके प्रभु जी. गोपाल जय कृष्ण गोपाल, राधे गोपाल जय कृष्ण गोपाल. गोपाला राधा लोला, मुरली लोला नंदलाला. कृष्ण मुरली लोला नंदलाला. केशव माधव जनार्दना, बनमाला वृंदावन पाला. बनमाला वृंदावन पाला. मुरली लोला नंदलाला. कृष्ण मुरली लोला नंदलाला. गोपाला राधा लोला, राधा लोला. कैसे लगा बहन? हरे कृष्णा प्रभु जी. आई डोंट नो प्रभु जी, हाउ कैन आई हाउ टू एक्सप्रेस माय फीलिंग्स प्रभु जी. मैं राधे कृष्ण का भजन लिखता हूँ प्रभु जी. आपका शुभ नाम क्या प्रभु जी? अम्बली सोमन प्रभु जी. क्या? अम्बली सोमन. अमरीश? अम्बली सोमन. थोड़ा मैसेज कर दो. और यस प्रभु जी. ओके प्रभु जी. तो मेरे तरफ भगवान जय कृष्ण भगवान राधे राधे आपको मिला दिया मेरे को. आज इतना खुश हो गया मैं. कभी भी भूल नहीं, कभी चांस मिलेगा तो आपका पैर दर्शन करूंगी मैं. ओके प्रभु जी. मैं कभी कभी भी नहीं भूलेंगे, आपका चरण में रहूंगी आप. हाँ, कहाँ पर है बहन जी आप? राधे राधे. जय श्री राधे राधे. कहाँ से है बहन आप? ओके प्रभु जी.
ഹരേ കൃഷ്ണ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു വൃന്ദാവനത്തു നിന്ന് വന്നൊരു കോളാണ്. അദ്ദേഹം ആരാന്ന് പോലും എനിക്കറിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്നൊരു കോളാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്ത് പറയണമെന്നറിയില്ല. അറ്റ് ദ സെയിം ടൈം കൃഷ്ണയും രാധയും കുറിച്ച് അദ്ദേഹം കീർത്തന ആലപിച്ചപ്പോൾ എന്താ പറയുക, മഴ വരേക്കും പെയ്തു. ഇവിടെ മഴയില്ലായിരുന്നു. കണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഒരു മഴ പെയ്തിരുന്നെങ്കിലെന്ന്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, രാധാറാണിയുടെ അവിടെ നിന്നാണ് വിളിച്ചത്. അദ്ദേഹം നമ്മുടെ ലൈവൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ എന്താ പറയുക 33ാമത്തെ ശ്ലോകം എടുത്തപ്പം അദ്ദേഹം അവിടുന്ന് വിളിച്ചു. രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും മനോഹരമായൊരു കീർത്തനം നമുക്ക് വേണ്ടി ആലപിച്ചു. ഒരുപാട് സന്തോഷം. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. നമ്മുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. ഒത്തിരി സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മുടെ കൂടെ നമ്മുടെ മഞ്ജരീസിൽ എന്താ പറയുക, ശ്രീമതി രാധാറാണിയുടെയും നമ്മുടെ രാധാ മദൻ ഗോപാൽജിയുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതിന് ഇതിലും വലിയൊരു തെളിവ് നമുക്കില്ല, അല്ലേ? ഇത്രയും ദിവസം ചൂടായിട്ട് മഴ ഉണ്ടാവില്ലെന്ന് പറഞ്ഞെടുത്ത് മഴയും അദ്ദേഹത്തിൻ്റെ കീർത്തനവും എല്ലാം കൂടെ ആയപ്പം ശരിക്കും ഭഗവാന്റെ ഒരു വലിയൊരു അനുഗ്രഹം നമ്മൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കും. ഇത്രയും മതി നമുക്ക്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ട, അല്ലേ? ഞാൻ ആകെ ഷോക്കായിപ്പോയി അദ്ദേഹത്തിൻ്റെ കോള് വന്നപ്പോൾ. ആരാ വിളിച്ചതെന്നറിയില്ല. അദ്ദേഹം ബർസാനേന്ന് ഷിർഡി അവിടെ നിന്നാണ് വിളിച്ചത്. ആരാന്നറിയില്ല. ഒരു പ്രഭുജി. അപ്പോഴേക്കും മഴയും പെയ്തു, അദ്ദേഹത്തിൻ്റെ കീർത്തനവും എല്ലാം കൂടെ ആയപ്പം ഭയങ്കര ഒരു വൈബ്. വലിയ ഭക്തൻ എന്തായാലും. ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. ജയ് ശ്രീ രാധേ രാധേ. രാധേ എന്നുള്ള നാമം മാത്രമേ അദ്ദേഹത്തിൻ്റെ നാവിലുള്ളൂ, വേറൊന്നുമില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ് എന്നാണ് പറയുന്നത്. ദിവ്യമായിരിക്കുന്ന ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനത്തിലാണ് എന്തെത്തുന്നത്? സർവകർമ്മത്യാഗങ്ങളും എത്തുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സർവ്വതും ത്യാഗങ്ങളും എല്ലാം, നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും എന്തെല്ലാം ജീവിതത്തിൽ ത്യജിച്ചാലും പാർത്ഥ അതെല്ലാം ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. നമ്മളെ ഭഗവാനിലേക്ക് ഉയർത്തുന്ന അവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാ പറയുന്നത്. ഇത് ചാർജിലിടണേ. പൂർണ്ണജ്ഞാനത്തിൽ എത്തിച്ചേരുകയും ലൗകികമായിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, നമ്മൾ ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവസാനം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവാന്റെ സേവനത്തിൽ മുഴുകുകയുമാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അവസാനം അതീന്ദ്രിയമായിരിക്കുന്ന, അതെ, കീർത്തനം പാടി മഴ പെയ്ച്ചു. ഹരേ കൃഷ്ണ. എത്ര ദിവസങ്ങളായി ചൂട് കൊണ്ട് ഇങ്ങനെ ഉരുകുന്ന ഭഗവാൻ നൽകിയ കാരുണ്യമാണ് ഈ മഴ. ശ്രീമതി രാധാറാണി നൽകിയ കാരുണ്യമാണ് ഈ മഴ. ഹരേ കൃഷ്ണ. ഓ, ഭയങ്കര ഒരു വൈബായി പോയി കേട്ടോ ഇന്നത്തത്. ജയ് ശ്രീ രാധേ രാധേ. ക്ലാസ് എടുക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, നല്ലൊരു മഴയും കൂടെ പെയ്താൽ ഭയങ്കര മനോഹരമായിരിക്കുമെന്ന്. സന്തോഷമല്ലേ? ഇല്ല, മഴ വന്നിരിച്ച അമ്മ. എല്ലാവർക്കും സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം, രാധാറാണിയുടെ അനുഗ്രഹം. നല്ല പുതുമണ്ണിന്റെ മണം. ഹരേ കൃഷ്ണ. കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഇത്രയും ഒരു ഫീൽ എനിക്ക് തരണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇത് മതി. അപ്പോൾ നല്ല കൃഷ്ണാവബോധത്തിൽ മുഴുകുക എന്നുള്ളതാണ് എല്ലാ കർമ്മത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറഞ്ഞു.
എല്ലാ യജ്ഞത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ കീർത്തനം കേട്ടോ, കീർത്തനം സ്റ്റോപ്പായി പോയി. എന്നാൽ ഈ വിവിധ യജ്ഞകർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. പല പല തരത്തിലുള്ള യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുമ്പം, ജയ് ശ്രീ രാധേ രാധേ, പല പല എന്താ പറയുന്നത്, പല പല തരത്തിലുള്ള യജ്ഞകർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? കർത്താവിൻ്റെ പ്രത്യേക വിശ്വാസത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊള്ളും. മനസ്സിലായില്ലേ? അതായത് കർത്താവ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന വ്യക്തി, കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയുടെ പ്രത്യേക വിശ്വാസം അനുസരിച്ച് യജ്ഞങ്ങൾ പല 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 രൂപത്തിൽ വരും. ഏതൊക്കെ രൂപത്തിൽ വരും? ഒരാളുടെ വിശ്വാസം അതീന്ദ്രിയമായിട്ട് എത്തുമ്പോൾ അയാൾ അത്രയും ജ്ഞാനം സിദ്ധിക്കാതെ ദ്രവ്യയജ്ഞത്തിൽ മാത്രം തൽപരനായിരിക്കുന്ന കർത്താവിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഒരാളുടെ വിശ്വാസം, ഒരു വ്യക്തിക്ക് കൃഷ്ണനോടുള്ള വിശ്വാസം അതീന്ദ്രിയമായിട്ട് എത്തുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസം ഭഗവാനോടുള്ളത് അതീന്ദ്രിയമായി മാറുമ്പോൾ അതൊരു ഭയങ്കരമായ ജ്ഞാനാവസ്ഥയിലേക്ക് എത്തും അല്ലേ? അങ്ങനെ എത്തിച്ചേരുമ്പോൾ ആ വ്യക്തി അത്രയും ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടാതെ ദ്രവ്യയജ്ഞത്തിൽ മാത്രം താല്പര്യം കാണിക്കുക. ദ്രവ്യയജ്ഞം എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? അതിൽ മാത്രം ആഗ്രഹം കാണിക്കുന്ന വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചില വ്യക്തികൾ ഇങ്ങനെ എന്താ പറയുക, അന്നദാനം കൊടുക്കുക, ജപിക്കുക, അല്ലെങ്കിൽ യോഗ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടി 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 കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് അങ്ങ് മിണ്ടാതിരിക്കും. പക്ഷെ അതിനേക്കാൾ വലുതാണ് ഭഗവാനെ കൂടുതൽ അറിയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മം. അതായത് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പറയും, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ ഭഗവാനെ, എന്നിട്ടും എൻ്റെ പ്രയാസങ്ങൾ തീരുന്നില്ല എന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഹൃദയം കൊണ്ടും കൂടി ഭഗവാനെ അറിയണം. മനസ്സിലാവുന്നില്ലേ? ഹൃദയം കൊണ്ട് നമ്മൾ ഭഗവാനെ അറിഞ്ഞിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അല്ലാണ്ട് ഇതെല്ലാം ചെയ്തിട്ട് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? വെയിറ്റ് ചെയ്യരുത്. അന്നദാനം കൊടുത്തതുകൊണ്ട് മാത്രം നമുക്ക് നന്മ വരില്ല. അന്നദാനം കൊടുക്കുന്നത് ഭഗവാനെ എനിക്ക് കടാക്ഷം കൃപ കിട്ടാനാണ്, അങ്ങയുടെ അനുഗ്രഹം കിട്ടാനാണ് എന്ന ചിന്തയിലാവരുത്. ഭഗവാനെ ഇത് എൻ്റെ ഒരു കടമയാണ്, ഞാനിത് അങ്ങയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു എന്ന നല്ല മനോഭാവത്തോടെ കൂടി ചെയ്യണം. മനസ്സിലായില്ലേ? നല്ല അതാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് അന്നദാനം നടത്തിയാൽ അത് കറക്റ്റായി. അല്ലാതെ ഞാൻ അന്നദാനം നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കണം. അങ്ങനെ ഭഗവാൻ നമ്മുടെ ഒരു ജോലിക്കാരനല്ല. നമ്മൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അനുഗ്രഹം നൽകുന്ന ഒരു ജോലിക്കാരനല്ല ഭഗവാൻ. ഭഗവാനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് അതീന്ദ്രിയ ജ്ഞാനമായി. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ വ്യക്തി എന്തായി? ശ്രേഷ്ഠനായി. ദ്രവ്യയജ്ഞം ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠനായി അതീന്ദ്രിയ ജ്ഞാനത്തോടുകൂടി ഭഗവാനെ അറിഞ്ഞിട്ട് ദ്രവ്യയജ്ഞം ചെയ്യുമ്പോൾ. മനസ്സിലായോ? ആദ്യം ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ച്, കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ ഇന്ന് അന്നദാനം ചെയ്യാം. ഇതൊന്നിനും വേണ്ടിയല്ല, അങ്ങയോടുള്ള പ്രേമഭക്തി കൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അങ്ങേ അറിയാൻ വെമ്പുന്ന ജീവാത്മാക്കൾക്ക് അങ്ങ് കാരുണ്യം നൽകണം എന്ന് പറഞ്ഞ് ചെയ്യാം. അപ്പൊ അവിടെ ചെയ്യുന്ന വ്യക്തിയായി, ഭഗവാനായി, അത് സ്വീകരിക്കുന്നവരായി. ക്ലിയർ? ഇപ്പൊ ലാലി ശ്രീനിവാസൻ മാതാജി ഒരു 11 അന്നദാനം കൊടുക്കാണ്. അതിനെ ദ്രവ്യയജ്ഞം എന്ന് പറയാം. ആ ദ്രവ്യയജ്ഞം അവരവരുടെ സൗഖ്യത്തിനും സുഖത്തിനും വേണ്ടി ആവരുത് കൊടുക്കുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ, അടിയൻ ഈ ജന്മത്തിൽ ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ ഭഗവാനെ അങ്ങയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇന്നത് കിട്ടണം ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കരുത്. നമുക്കൊന്നും വേണ്ട, ഒരാവശ്യവും. നമുക്ക് ആവശ്യമുള്ളത് യഥാസമയം ഭഗവാൻ തരും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പം ജനിച്ചു കഴിഞ്ഞ ഉടനെ നമുക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വയ്യായിക വരുന്നുണ്ട്, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മുടെ അമ്മ അറിയുന്നത്. ആ അമ്മ എന്ന പരമസത്യം എങ്ങനെയോ അറിയുന്നുണ്ട്. ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ നമ്മുടെ
എല്ലാ കാര്യവും അറിയുന്നുണ്ട് അല്ലേ? വയറുവേദന ഉണ്ടെന്ന് നമ്മൾ സംസാരിക്കാൻ അറിയാത്ത നമ്മൾ പറയുമോ? നമ്മൾ കരയും. ആസ് യൂഷ്വൽ കുട്ടികളെല്ലാവരും കരയും. പക്ഷെ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അമ്മ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്തു തരും. അതേപോലെ ഒരു അതീന്ദ്രിയ ജ്ഞാനം എന്തുണ്ട്? ഭഗവാനുമായിട്ട് നമുക്കുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് നമ്മളൊരു കണക്ഷൻ വെക്കുമ്പോൾ നമുക്ക് എന്താവശ്യമുണ്ടെന്ന് ഭഗവാൻ അറിയാം. അത് അദ്ദേഹം കൃത്യമായി ചെയ്തുതരും. നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തങ്ങ് പോവാം. ഭഗവാൻ തരേണ്ടത് കൃത്യമായിട്ട് ഭഗവാൻ തരും. അതിനൊരു സമയമുണ്ട്. ആ സമയമാവുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്ത് തരണം, ഏത് തരണം, എങ്ങനെ തരണം, എപ്പോൾ തരണമെന്ന്. അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ജ്ഞാനം നേടാത്തവന്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ്. അതായത് ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാതെ എന്ത് വലിയ ദാനം ചെയ്തിട്ടും കാര്യമില്ല. അത് ഭൗതികതയിൽ തന്നെയാണ്. ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും 100 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, ഞാൻ 50 പേർക്ക് തുണി കൊടുക്കുന്ന ഒരാളാണ്, ഞാൻ 1000 പേർക്ക് മരുന്ന് കൊടുക്കുന്ന ഒരാളാണ്, എനിക്കൊന്നും വരുത്തില്ല. ഇതൊരു മിഥ്യാധാരണയാണ്. എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും അത് നമ്മളുടെ സ്വയം സുഖത്തിന് വേണ്ടി അല്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം, അദ്ദേഹത്തിൻ്റെ അനുവാദപ്രകാരം എന്നാൽ കഴിയുന്ന സേവനം ചെയ്യുന്നു എന്ന ഒരൊറ്റ വാക്ക് മതി. എനിക്ക് ആപത്ത് വരുമോ നന്മ വരുമോ എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആപത്ത് വരില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നങ്ങോട്ട് പറഞ്ഞേക്കണം. അതാണ്, എന്നങ്ങ് മനസ്സിലാക്കിയേക്കണം. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. മനസ്സിലായില്ലേ? നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സേഫ് സോണിലാന്ന് നമ്മൾ പറയരുത്. അദ്ദേഹത്തിന്റെ തീരുമാനം കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. എനിക്ക് നന്മ വരുത്തണോ തിന്മ വരുത്തണോ, അല്ലെങ്കിൽ എൻ്റെ കർമ്മദോഷങ്ങൾ തീർന്നോ തീർന്നില്ലേ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അതൊരു ബിഗ് സീറോ ആണ്. ഈ ചിന്താഗതി ആത്മീയ തലത്തിൽ. ഇനി അതല്ല, അതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ എന്നും 100 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, എനിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും വരത്തില്ല, ഇത് അഹങ്കാരമാണ്. ഇത് ഭൗതിക തലത്തിലെ ചിന്താഗതിയാണ്. അതായത് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന പരമസത്യം അറിയാതെ യജ്ഞങ്ങൾ ചെയ്താൽ, അന്നദാനമൊക്കെ ഒരു യജ്ഞമാണ്, യജ്ഞങ്ങൾ ചെയ്യുന്നവൻ ഭൗതിക തലത്തിലാണ്. ക്ലിയർ? ആധ്യാത്മികമായിട്ട് ഒരു ഗുണവും ചെയ്യുകയില്ല. ആ വ്യക്തിക്ക് ആധ്യാത്മികമായിട്ട് ഒരു ഗുണവും ലഭിക്കില്ല. യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിലെത്തിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം, അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന പരമസത്യം, അത് അറിയുന്ന വ്യക്തിയെ എന്താണ്? കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഉച്ചകോടിയിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും വലിയ ഉയർന്ന പ്ലേസ് എന്താണ്? കൃഷ്ണാവബോധമാണ്. അപ്പം അതീന്ദ്രിയ ജ്ഞാനം, കൃഷ്ണനെ അറിയാൻ സാധിച്ചാൽ എന്തായി? കൃഷ്ണാവബോധം എന്ന് പറയുന്ന പരമസത്യത്തിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിക്കും. അപ്പോൾ പിന്നെ നമ്മൾ നഷ്ടങ്ങളും ലാഭങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. അതൊന്നും നമുക്കൊരു മാറ്ററേ അല്ല. ജ്ഞാനാർജനം കൂടാതെ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ, അതായത് ജ്ഞാനം അറിവ് കൂടാതെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ യജ്ഞങ്ങളെല്ലാം കേവലം ഭൗതിക കർമ്മങ്ങളാണ്. അതായത് കൃഷ്ണാവബോധം എന്തെന്നറിയാതെ നമ്മൾ എന്തെല്ലാം ദാനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. കൃഷ്ണാവബോധം എന്തെന്നറിഞ്ഞുകൊണ്ട് ഒന്നും പ്രോബ്ലം ഇല്ല, പേഴ്സണൽ. കൃഷ്ണാവബോധം എന്തെന്നറിയാതെ നമ്മൾ എന്തോരം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും അത് ഈ ഭൗതികതയിൽ ഇട്ടാവട്ടത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ മാതാജി, ഇട്ടാവട്ടത്ത് കിടന്ന് തിരിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അത് ആത്മീയമായി. അതിനാണ് റിസൾട്ട് ഉള്ളത്, മറ്റുള്ളതിന് റിസൾട്ട് ഇല്ല. ആത്മീയ അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ ആത്മീയ നിലയിലായിരിക്കും. ഭഗവാനെ നല്ലോണം തിരിച്ചറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്താൽ എന്തായി? അത് ഉയർന്ന നിലയിലേക്ക് നമ്മളെ എത്തിക്കും, കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കും, 100% എത്തിക്കും, യാതൊരു സംശയമില്ല.
ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പണ്ടുള്ള ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. ഇവിടെയാണ് ആ ഒരു പഴമൊഴി പ്രസക്തമാവുന്നത്. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ ലൈവിട്ട് കാണിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മീയമായി നമ്മളെ എത്തിക്കും, അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ഭൗതികമായി തന്നെ തീരുമെന്നുള്ളതാണ്. അതായത് നമ്മളൊന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത് എന്ന്. മനസ്സിലായില്ലേ? പക്ഷെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ? പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നു, അതിനു വേണ്ടി. ഒരിക്കലുമല്ല. നമ്മൾ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് കൃഷ്ണാവബോധത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം, അദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ക്ലിയർ? അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ? ഭഗവാൻ തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്യും. ഇതാണ് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്നത്. അല്ലാതെ രഹസ്യമായി പൂട്ടിവെച്ച് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം മനസ്സിലായോ? അവബോധത്തിൻ്റെ ഈ വ്യത്യസ്ത ഭാവങ്ങളെ മുൻനിർത്തിയാണ് യജ്ഞങ്ങളെ ചിലപ്പോൾ ഫലോധീഷ്ടമെന്ന നിലയ്ക്ക് കർമ്മകാണ്ഡമെന്നും ചിലപ്പോൾ ജ്ഞാനോദ്ദിഷ്ടങ്ങൾ എന്ന നിലയ്ക്ക് ജ്ഞാനകാണ്ഡമെന്നും വിളിച്ചു വരുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളും ഫലങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫലോദീഷ്ടം എന്ന കർമ്മം എന്ന് പറയും. എന്താണ്? ഫലോദീഷ്ടം എന്ന കർമ്മകാണ്ഡം എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് ഇത്ര ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടും എന്ന ചിന്തയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഫലോദീഷ്ടം എന്ന കർമ്മകാണ്ഡത്തിലേക്ക് മാറും. അത് ഫലങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മകാണ്ഡം. അതിന് നമുക്ക് കൃഷ്ണാവബോധത്തിൻ്റെ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. കാരണം എന്താ? അത് ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്തു, അതിനൊരു റിസൾട്ട് കിട്ടി, അത് അവിടെ തീർന്നു. അതിൻ്റെ അനുഗ്രഹം ആ ടൈം ബീങ്, അത് കിട്ടുമോ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൃഷ്ണാവബോധത്തിലോട് ഉൾക്കൊണ്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാൻ വേണ്ടി ചെയ്യുന്ന, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യമാണ് എങ്കിൽ അതിനെന്തെന്ന് പറയുന്നു? ജ്ഞാനോദീഷ്ടം എന്ന ജ്ഞാനകാണ്ഡം എന്ന് പറയും. ജ്ഞാനോദീഷ്ടം എന്ന ജ്ഞാനകാണ്ഡം എന്ന് പറയും. ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു അതീന്ദ്രിയ ജ്ഞാനമാണ് എനിക്ക് കിട്ടേണ്ടത്, ഭഗവാൻ എന്ന് പറയുന്ന പരമസത്യത്തെയാണ് എനിക്ക് അറിയേണ്ടത്, അതിനാണ് ഞാൻ സേവനങ്ങൾ ചെയ്യുന്നത്, സഹായങ്ങൾ ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത് എന്ന മനോഭാവത്തോടെ നമ്മൾ ചെയ്താൽ അതെന്തായി? ജ്ഞാനോദീഷ്ടങ്ങൾ എന്ന് പറയുന്ന ജ്ഞാനകാണ്ഡമായി, അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കുന്ന ജ്ഞാനകാണ്ഡമായി. അതല്ല എനിക്ക് ഇന്നത് ചെയ്ത് ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലോദീഷ്ടം എന്ന് പറയുന്ന കർമ്മകാണ്ഡമായി. ഇനി ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ അതിനെനിക്ക് ഉത്തരം തരണം. എവിടെയെങ്കിലും വെച്ച് ഗീത കേട്ടിട്ട്, ആരുടെയെങ്കിലും ഗീതാ ക്ലാസ് കേട്ടിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് ഇതൊക്കെയാണ് അന്തരാർത്ഥം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും പല പല ക്ലാസ്സുകൾ കേട്ട വ്യക്തികളായിരിക്കും. അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടോ? ഈ ഫലോദീഷ്ടം എന്ന് പറയുന്ന കർമ്മകാണ്ഡവും ജ്ഞാനോദീഷ്ടം എന്ന് പറയുന്ന ജ്ഞാനകാണ്ഡവും കേട്ടിട്ടുണ്ടോ? ഗീതയിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് നമുക്കറിയാൻ പാടുണ്ടോ? ഇല്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. നമ്മളറിയാത്ത അനേകായിരം വാക്കുകൾ ഗീതയിലുണ്ട്. അത് കൃത്യമായി നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നു, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ. മനസ്സിലായില്ലേ? അതിന് നിങ്ങളാണ് കാരണക്കാർ, ഞാനല്ല കേട്ടോ. ഭഗവാനും നിങ്ങളുമാണ് കാരണക്കാർ. നിങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇതെല്ലാം അറിയണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അപ്പൊ ഭഗവാൻ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു. അതിന് ഭഗവാന്റെയും നിങ്ങളുടെയും ജോലിക്കാരായി ഞാൻ മാറി, ഒരു ജോലിക്കാരിയായി. അപ്പൊ ഞാൻ ഹാപ്പിയായി. മനസ്സിലായില്ലേ? അതെ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫലങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ എന്തായി? ഫലോദീഷ്ടം എന്ന് പറയുന്ന കർമ്മകാണ്ഡമായി. നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനമാണ്. ആ അതീന്ദ്രിയ ജ്ഞാനമാണ് എന്തെന്ന് പറയുന്നത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ കൃഷ്ണാവബോധം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ എന്തായി? ജ്ഞാനോദീഷ്ടം എന്ന് പറയുന്ന ജ്ഞാനകാണ്ഡമായി. ക്ലിയർ? അതാണ്. ഇനി എന്തായി? ഇനി 34-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാണേ.
തദ്വിധി പ്രണിപ്പാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തീതേ ജ്ഞാനം ജ്ഞാനിസ്തത്വദർശിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രഭുപാജിയുടെ അറിവാ, എന്റെ അല്ല. യാര് സൂപ്പർ. ഇതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സമീപിച്ചിട്ട് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഒരു ആധ്യാത്മിക ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് എടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നിട്ട് സത്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ നമ്മൾ സേവിക്കണം. അദ്ദേഹത്തിൽ നിന്ന് വിനയത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയണം. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാള് സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകാൻ സാധിക്കും. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾക്ക് മാത്രമേ ജ്ഞാനോപദേശം പറഞ്ഞു തരാൻ സാധിക്കൂ. അല്ലാത്ത എല്ലാവർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ജ്ഞാനോപദേശം നൽകാൻ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഇവിടെ ആർക്കാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നത്? സാക്ഷാൽ ശ്രീല പ്രഭുപാജിക്ക്. അദ്ദേഹത്തിന് ആ ആത്മസാക്ഷാത്കാരം ലഭിച്ചത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഗീത മനസ്സിലാവാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ ആധ്യാത്മിക ഗുരുവായ ശ്രീല പ്രഭുപാജിയുടെ പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കണം. എല്ലാവരും പ്രഭുപാജിയുടെ ഒരു ഫോട്ടോ വീട്ടിൽ വാങ്ങി വെക്കണം, നിർബന്ധമാണ്. ഇതെൻ്റെ ഒരു ആഗ്രഹവുമാണ്. കാരണം അത് വെറും ഫോട്ടോ അല്ല, അത് ജീവനുള്ള പരമ സത്യമാണ്. നമുക്ക് എന്താ പറയുക, വേണമെങ്കിൽ നമുക്ക് ബോംബെയിൽ നിന്ന് ഫോട്ടോ വരുത്താം. ശ്രീല പ്രഭുപാജിയുടെ ഒരു ഫോട്ടോ അത് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവണം. ഗുരു ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ഗുരു ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ പ്രഭുപാജി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് മനസ്സിലാവുന്നത്. ആരും ചിന്തിക്കരുത്, അയ്യോ അമ്പിളി മാതാജി എന്തെല്ലാം പറഞ്ഞിരുന്നു, അത് മൂഢമാണെന്നേ ഞാൻ പറയും. കാരണം ഞാൻ ഒന്നുമല്ല, ഇത് എൻ്റെ അറിവുമല്ല, ഇത് സാക്ഷാൽ ശ്രീല പ്രഭുപാജിയുടെ അറിവാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പാവം ഇരുന്ന് എഴുതി സമസ്തവും ത്യജിച്ച് ഭഗവാനിലേക്ക് ജപിച്ച് അടുത്ത് ഭഗവാനെ അറിഞ്ഞ് അദ്ദേഹം എഴുതി നമ്മൾക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് നമുക്ക് രണ്ട് കൂട്ടർക്ക് ഇത് മനസ്സിലാവാൻ. അതിനൊരു കാരണം നമ്മുടെ ജയപതാക് മഹാരാജാണ്. ഈ വീട്ടിലേക്ക് ആര് കയറി വരുമ്പോഴും ആദ്യം കാണുന്ന മഹാരാജിനെയാണ്. കണ്ടോ കണ്ടോ മഹാരാജാണ് അവിടെ ഇരിക്കുന്നത്. ആര് കയറി വരുമ്പോഴും ആദ്യം കാണുന്നത് സാക്ഷാൽ ജയപതാക് മഹാരാജിനെയാണ്. കാരണം എനിക്ക് എൻ്റെ മഹാരാജിനെ കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ വാതിൽ തുറന്ന മനസ്സമാധാനമാണ്. കാരണം അദ്ദേഹം അന്ന് എന്നാണോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അനുഗ്രഹം എൻ്റെ ശിരസിൽ അദ്ദേഹം നൽകിയത്, അന്ന് തൊട്ടാണ് സത്യത്തിൽ എനിക്ക് ഗീത പറയാൻ പറ്റുന്നത്. ഗുരുവായൂരപ്പൻ സത്യം, ഗീത പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഞാൻ അന്ന് നിശബ്ദമായി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചതും, മഹാരാജ് എനിക്ക് ഗീത പറയാനുള്ള അനുഗ്രഹം എനിക്ക് വേണം. ആ അനുഗ്രഹത്തോടെയാണ് മഞ്ജരീസിൽ ഗീത എടുക്കാൻ എനിക്ക് സാധിച്ചത്. ഗീത മാത്രമല്ല, മഹാഭാരതവും ഇന്ന് എന്തെല്ലാം ഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തുന്നു, ഇതെല്ലാം നമ്മുടെ ആധ്യാത്മിക ഗുരുവായ ശ്രീല പ്രഭുപാജിയുടെയും ഗുരു മഹാരാജിന്റെ അനുഗ്രഹമാണ്. അവർക്ക് ശേഷമേ മറ്റു ഗുരുക്കന്മാർ ആരായാലും ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ അനുഗ്രഹം അത് നമുക്ക് വേണം, നിർബന്ധമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടായിട്ടാണ് ഈ ഗീത ഉണ്ടായത്. ഭഗവാൻ ഗീത പറഞ്ഞു കൊടുത്തുള്ള വാസ്തവം യുഗങ്ങളായിട്ട് പലരിലേക്കും കൈമാറി എന്നുള്ളത് വാസ്തവം. പക്ഷെ ഇത്രയും സിമ്പിളായിട്ടുള്ള, ഇത്രയും വ്യക്തമായിട്ടുള്ള ഗീത ആരുടെ കൈപ്പടയിൽ കൂടെയും ആരുടെ തൂലികയിലൂടെയും വന്നിട്ടില്ല, ഇനി വരൂല്ല. അതാണ് അതിന്റെ പരമസത്യം. അപ്പൊ ആ പരമസത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഗീത പഠിക്കാനിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ശ്രീല പ്രഭുപാജിയുടെ ഒരു ഫോട്ടോ, ഇനി ഫോട്ടോ തന്നെ വേണമെന്നില്ല, ചെറിയ ഐഡൽ ഉണ്ട്, കുഞ്ഞ് ഐഡൽ, അത് വാങ്ങി വെച്ചാൽ അതിലേറെ സന്തോഷം.
സൗമ്യ അഞ്ജലീസിലെ അപ്പോൾ അപ്പുറത്തേക്ക് പോടാ, ഇവിടെ റേഞ്ച് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഐഡൽ, അതെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ പ്രഭുപാജി അതെൻ്റെ ശ്വാസമാണ്, എൻ്റെ ചങ്കാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും. നമ്മുടെ ഗുരുവാണത്. ആ ഗുരുവിനോട് നമ്മൾ അടുക്കും തോറും എന്തായി, ഞാൻ നിങ്ങൾക്ക് പ്രഭുപാജിയുടെ മന്ത്രം പറഞ്ഞുതരാം. നമ്മുടെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടരാം പ്രഭുപാജിയുടെ മന്ത്രം. നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഐഡൽ ഒന്ന് എടുത്തിട്ട്, സൗമ്യ ശ്രീല പ്രഭുപാജിയുടെ ഐഡളെ ഒന്ന് എടുത്തരാൻ പറയും. ശ്രീല പ്രഭുപാജിയുടെ ഐഡൽ ഇല്ലേ, വിഗ്രഹം അവിടെ ഭഗവാന്റെ അടുത്ത് വെച്ച് ഒന്ന് എടുത്തരാം. അപ്പോൾ അത് ഞാൻ അയച്ചുതരാം. ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ച് പോസ്റ്റ് ചെയ്ത് തരാം. ഞാൻ വരുത്തട്ടെ, എനിക്ക് കുറച്ച് സമയം എന്താ, നിങ്ങൾ ഓർഡർ ഇട്ടോ എനിക്ക്. അപ്പോൾ എത്ര എണ്ണം വേണം എന്നുള്ളത് ഞാൻ അവിടെ പ്രഭുജി എടുത്ത് പറയാം, ബോംബെയിൽ പറയാം. അപ്പോൾ അവർ നമുക്ക് പ്രഭുപാജിയിൽ അയച്ചു. പല സ്ഥലങ്ങളിലും കിട്ടും, പക്ഷെ അതല്ല, ആ ഇസ്കോണിൽ നിന്ന്, ആ ബ്രഹ്മചാരികളുടെ കയ്യിൽ നിന്ന് ജപിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലെത്തുന്ന ആ ഐഡലിന്, ആ ഒരു വിഗ്രഹത്തിന്, അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട്. അത് ഭയങ്കര പവിത്രതയാണ്. അത് ഡെയിലി നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം എന്നറിയാം, അദ്ദേഹത്തിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഒരു പൂവിട്ടിട്ട് ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രവും ഞാൻ ഇട്ടരാം, ഗ്രൂപ്പിലിട്ടരാം മന്ത്രം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതും വെച്ച് കഴിഞ്ഞാൽ പക്ക. കണ്ടോ, ഇത് ശ്രീല പ്രഭുപാജി, ഇദ്ദേഹമാണ് നമ്മുടെ ആത്മീയ ഗുരു. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഞാനിത് വാങ്ങും, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ ആ ഒരു എക്സ്പ്രഷൻ എന്താ അറിയില്ല, കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറി മാറി വരാൻ തുടങ്ങി. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഗംഗാ വാട്ടർ ഒഴിക്കും, ഗംഗാജലം ഒഴിക്കും, ആഴ്ചയിൽ ഒരിക്കൽ. കാരണം മെറ്റീരിയലാണിത്, ചീത്തയാവുന്ന മെറ്റീരിയൽ അല്ല. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഒഴിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ പാദത്തിലൊരു പൂ ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രം ചൊല്ലിയിട്ടാണ് ഭഗവാനെ ഞാൻ പൂജിക്കുക. കാരണം എന്താ അറിയോ, ഒരു ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനോട് എടുക്കാൻ പറ്റൂ. നമുക്ക് ഗീത നൽകിയ മഹാത്മാവാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്, ഗോലോകത്തെ ഗോപികയാണ്. ഇനിയും നമ്മൾ ഈ മഹത് വ്യക്തിത്വത്തെ ജീവിതത്തിൽ അറിയാതെ പോകരുത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സത്യത്തെ അറിയണമെങ്കിൽ ഗുരുവിനോട് അടുക്കണം. ഗുരുവിനെ അറിഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ സേവിക്കണം. അദ്ദേഹത്തെ സേവിക്കൽ എങ്ങനെയാണ്? ശ്രീല പ്രഭുപാജിയെ നമ്മൾ എങ്ങനെയാണ് സേവിക്കുക? നമ്മൾ ഭഗവാന്റെ മഹാപ്രസാദം പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ആവശ്യക്കാരെല്ലാം മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെച്ചോളൂ, ഞാൻ ഓരോരോ ഓർഡറായിട്ട് എടുത്ത് അയച്ചു തരാം. ആദ്യം ഓർഡർ കൊടുക്കട്ടെ ബോംബെയിലേക്ക്. കാരണം നമുക്ക് ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അധികം സ്റ്റോക്ക് വെക്കില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് ഇസ്കോണെന്ന് അവർ അയച്ചു തരാറുണ്ട് പലതും. അപ്പം ഞാൻ വിളിച്ച് പറയാം പ്രഭുജിയോട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ശ്രീല പ്രഭുപാജിയുടെ ആ വിഗ്രഹം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഗുരുവിനോട് നമ്മൾ എന്ത് ആധ്യാത്മികമായി ചോദിച്ചാൽ അദ്ദേഹം നമുക്ക് അതിനുള്ളൊരു വഴി കാണിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, വഴി കാണിക്കും. നമ്മൾ എങ്ങനെയാണ് ശ്രീല പ്രഭുപാജിയെ സേവിക്കുക? എങ്ങനെയാണ് സേവിക്കുക? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഉള്ളി, വെളുത്തുള്ളി, സവാള, ചായ, കാപ്പി അവോയ്ഡ് ചെയ്യുക. നമ്മൾ അന്നദാനം കൊടുക്കും, ആ അന്നദാനം ഇവിടെ വെച്ച് നമ്മൾ എന്താ ചെയ്യുക, ഭഗവാനെ സമർപ്പണം ചെയ്ത് അത് നമ്മളെടുത്ത് പാക്ക് ചെയ്ത് വിടും. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് അന്നദാനം ചെയ്യാത്തത്. അപ്പോൾ പ്രഭുപാജി ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ഈ അന്നദാനം മഹാപ്രസാദമാക്കി നമ്മൾ തെരുവിൽ കൊടുക്കുകയാണ്. അത് ആർക്ക് വേണേലും നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ, ആ കൃഷ്ണപ്രസാദം കൊടുക്കുമ്പോൾ എന്തുണ്ടാവും എന്നറിയാമോ? എല്ലാ ജീവാത്മാക്കളിലേക്കും അതെത്തും. അപ്പോൾ തെരുവിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കാനുള്ള റീസൺ എന്താണ്? പല പല ജന്മങ്ങളിൽ അവർ ചെയ്തു പോയ പല പല പ്രയാസങ്ങളാണ്, അല്ലേ? പല പല തെറ്റുകൾ. അപ്പം കൃഷ്ണപ്രസാദം അവരിലേക്ക് എത്തുമ്പോൾ എന്തായി? ആ തെറ്റുകളുടെ കാഠിന്യെല്ലാം കുറഞ്ഞ് അവരുടെ കർമ്മഫലം കുറയും. മഹാപ്രസാദമാണ് നമ്മൾ എത്തിക്കുന്നത്, അല്ലാതെ ഹോട്ടലിൽ പോയി വാങ്ങിച്ച് നമ്മൾ കൊടുക്കുന്നില്ല. ഭഗവാന് സമർപ്പിച്ച്, ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ സമർപ്പിച്ച്, തുളസി ഇട്ട് സമർപ്പിച്ച് നമ്മൾ ഗുരുവിനോടും ഭഗവാനോടും അനുവാദം വാങ്ങി പാക്ക് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മഹാപ്രസാദം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ശ്രീല പ്രഭുപാജി. അതുകൊണ്ടാണ് ഇസ്കോണിൽ ഇന്നും അന്നദാനം നടക്കുന്നത്.
മനസ്സിലായി? അന്നദാനം നടക്കുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ ഈ അന്നം നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനെ സേവിക്കുന്നതിന് തുല്യമാണ്. മഹാപ്രസാദം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ സേവിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തായി? അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായും ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം നിശ്ചയമാണ്. ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളതാണ്. സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമല്ല ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. എളുപ്പം കിട്ടുന്നൊരു കാര്യമല്ല. സംശയമില്ല, ആത്മസാക്ഷാത്കാരം ഭഗവാൻ അദ്ദേഹത്തിൽ നിന്ന് ആരംഭിച്ച ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കുവാൻ ഉദ്ദേശിക്കുന്നു. എന്താ പറയുന്നത്? ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ശിഷ്യ പരമ്പരയിൽ, ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട, ഗുരു ആരാണ്? ഭഗവാൻ. ബാക്കിയെല്ലാം ശിഷ്യന്മാരാണ്. ആ പരമ്പരയിൽപ്പെട്ട വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരു. നമുക്ക് എല്ലാവരും വിശ്വാസ്യരായിരിക്കില്ല. വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരു അതാരാണ്? ശ്രീല പ്രഭുപാദി, ജയപ്രതാക് മഹാരാജ്. അപ്പോൾ ആ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കാനാണ് നമ്മളോട് പറയുന്നത്. അവരിലേക്ക് എത്താൻ നമുക്ക് പല 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 വഴികളുണ്ട്. ഇസ്കോണാണ് ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത്. സ്റ്റിക്കർ ഉണ്ട്, ഞാൻ തരാം. എൻ്റെ കയ്യിലുണ്ട്, സ്റ്റിക്കർ ഉണ്ട് പ്രഭുപാജിയുടെ. വണ്ടിയിലൊട്ടിക്കാനല്ലേ? ഞാനും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇസ്കോണാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? ഗുരുശിഷ്യ പരമ്പര. ഇസ്കോണുമായി ബന്ധമില്ലാത്തതൊന്നും ഗുരുശിഷ്യ പരമ്പരയിൽ പെടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്കോണുമായി ഡയറക്റ്റ് ബന്ധമുള്ളതാണ് ഗുരുശിഷ്യ പരമ്പര. ഇസ്കോൺ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ എന്തായി? ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് നമ്മൾ വെളിയിലായി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇസ്കോണുമായിട്ട് നമുക്കൊരു കണക്ഷൻ വെച്ചുകൊണ്ടേയിരിക്കണം. ഇസ്കോൺ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമല്ല, ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ സർവജ്ഞ പീഠമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ്കോൺ എന്ന് പറയുന്നത് ഗുരുശിഷ്യ പരമ്പരയുടെ ഉന്നത സ്ഥാനമാണ്. ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം. പക്ഷെ ആ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്താണ്? ഇസ്കോണാണ്. ഇപ്പൊ മനസ്സിലായോ ഇസ്കോണും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? ഗുരുവായൂർ എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ ഇരിക്കുന്ന, അദ്ദേഹം ഇരിക്കുന്ന സർവജ്ഞപീഠം. അദ്ദേഹം ഇരിക്കുന്ന, അദ്ദേഹത്തിലേക്ക് എത്താനുള്ള വഴിയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ വഴിയിലൂടെ പോയാലേ നമുക്ക് എവിടെ എത്താൻ പറ്റൂ? കൃഷ്ണനിലേക്ക് എത്താൻ പറ്റൂ. ഇസ്കോണുമായി ബന്ധമുണ്ടെങ്കിൽ എന്തായി? നമ്മൾ ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധമായി. മനസ്സിലാവുന്നു? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇസ്കോണുമായി അറ്റാച്ച്ഡ് ആയിരിക്കണം. ഇസ്കോണുമായി അറ്റാച്ച്മെന്റ് ഇല്ലേ, ഗുരുശിഷ്യ പരമ്പരയുമായി നമുക്ക് അറ്റാച്ച്ഡ് ഇല്ല. അപ്പോ ഈ ശിഷ്യ പരമ്പര എന്നുള്ള തത്വത്തെ അനുവർത്തിക്കാത്ത ആർക്കും വിശ്വാസ്യനായിരിക്കുന്ന ഒരു ഗുരുവാകാൻ സാധ്യമല്ല. എന്താ പറയുന്നത്? ഗീതയിൽ പറയുന്നു, ഈ ശിഷ്യ പരമ്പര, ഈ ഗുരുശിഷ്യ പരമ്പര എന്നുള്ള ആ തത്വം അത് സ്വീകരിക്കാത്ത ആർക്കും വിശ്വാസ്യനായ ഒരു ഗുരു ആവാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഇസ്കോണിന്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റൂ? ഗുരുശിഷ്യ പരമ്പരയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഇസ്കോണിന്റെ അകത്തില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അവർ എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഞാനും ഇസ്കോണുമായി ബന്ധമില്ലെങ്കിൽ എനിക്കും ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇസ്കോണുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധമുള്ളൂ. ഇസ്കോൺ റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാം, അതാർക്കും ഫോളോ ചെയ്യാം. ഉള്ളി വെളുത്തുള്ളി കഴിക്കാതിരിക്കാം, അതുപോലെ നമ ശിവായ രാജേട്ടാ, ഉള്ളി വെളുത്തുള്ളി കഴിക്കാതിരിക്കാം, ചായ കാപ്പി കുടിക്കാതിരിക്കാം, നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാം, നമ്മുടെ യമനിയമങ്ങൾ പാലിക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണ്? ഇസ്കോണിന്റെ അകത്തായിരിക്കണം നമ്മൾ. ഇസ്കോൺ നിയമങ്ങൾ ആർക്കും പാലിക്കാം, ഏത് ചണ്ടാളനും പാലിക്കാം. പക്ഷെ നമ്മൾ ഇസ്കോണുമായി ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു ഇസ്കോൺ ടെമ്പിളുമായി നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ചെന്നൈ ഇസ്കോണുമായി കണക്റ്റഡ് ആണ് ഞാൻ.
ഞാൻ ഇസ്കോൺ ചെന്നൈയിൽ പോകാറുണ്ട്, മംഗളാരതി കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പ്രസാദം കഴിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന ഡൊണേഷൻസ് ഞാൻ അവിടെ ഏൽപ്പിക്കാറുണ്ട്, മഹാരാജ് വന്നാൽ പോയി കാണാറുണ്ട്, അദ്ദേഹത്തിന് സേവനം ചെയ്യാറുണ്ട്, ഭജൻസ് ഒക്കെ ഉണ്ട്, പോകാറുണ്ട്. ഇസ്കോണിന് നമ്മൾ എതിരല്ല. മനസ്സിലാവുന്നുണ്ട്? ഇസ്കോണുമായി ബന്ധമുള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. കാരണം ആ പുസ്തകങ്ങളാണ് നമ്മൾ, ആ ഗ്രന്ഥങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇസ്കോൺ ഫോളോവർ ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇസ്കോൺ ഫോളോവർ ആവണം, പക്ഷെ ഇസ്കോൺ ടെമ്പിളുമായിട്ട് ബന്ധം വേണം. അതുകൊണ്ട് നിയറസ്റ്റ് ടെമ്പിൾസ് ഏതൊക്കെയാണോ ആ ടെമ്പിൾസുമായിട്ട് നമുക്ക് കണക്ഷൻ വേണം. ഇപ്പം തിരുവനന്തപുരത്തുള്ളവർ തിരുവനന്തപുരം ഇസ്കോണുമായി കണക്ട് ചെയ്യണം. ഞാനിപ്പം ഗുരുവായൂർ പോയാൽ ഞാൻ ഗുരുവായൂർ ഇസ്കോണിൽ പോകാറുണ്ട്. ഗുരുവായൂർ ഇസ്കോണിൽ പോവും, പ്രാർത്ഥിക്കും, അവിടുത്തെ പ്രഭുജിമാരെ വിളിക്കും, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് എവിടെങ്കിലും ഒരു ഇസ്കോൺ ടെമ്പിളുമായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം. കാരണം എന്താ, അത് ഗുരു ശിഷ്യ പരമ്പരയുമായിട്ടുള്ള ബന്ധമാണ്. അതെന്നെ ശ്യാമതാജി, ഗുരു ശിഷ്യ പരമ്പരയുമായിട്ടുള്ള കണക്ഷനാണ്. മനസ്സിലാവുന്നില്ല? ഒരു പക്ഷേ നമുക്ക് ഈ ഒരു റൊട്ടീൻ ലൈഫിൽ നീണ്ട ഗോപീചന്ദ്രൻ തൊടാൻ പറ്റിയില്ലെന്ന് വരാം. ചിലപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഷൂട്ടിന് പോകുമ്പോൾ അവർ കണ്ടിമാല സമ്മതിക്കില്ല, ഊരാൻ പറയും. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ടല്ല ഊരുന്നത്, നമ്മുടെ ജോലിയാണ്. നമ്മൾ ഗുരുവിനോടും ഭഗവാനോടും അനുമതി പറഞ്ഞ് അനുവാദം വാങ്ങി നമ്മൾ ഊരി വയ്ക്കും. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ധരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇസ്കോൺ ടെമ്പിളുമായിട്ട് കണക്റ്റഡാണ്. പക്ഷെ ഇസ്കോൺ ടെമ്പിളുമായി കണക്റ്റഡ് അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തില്ല? ഗുരുശിഷ്യ പരമ്പരയുമായിട്ട് ബന്ധമില്ല. ക്ലിയർ? ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഉപദേശം അതേപടി സ്വന്തം ശിഷ്യന് പകർന്നു കൊടുക്കാൻ സാധിക്കും. ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ശ്രീല പ്രഭുപാജിയുടെ ഗീതയിൽ 277 പേജിൽ 34 ശ്ലോകത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഗുരുശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഉപദേശം എന്തായി? സ്വന്തം ശിഷ്യന് അതേപോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലാത്തൊരു വ്യക്തിക്ക് സ്വന്തം ശിഷ്യന് അതേപോലെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. മൂഢരായിരിക്കുന്ന നാട്യക്കാർ സൃഷ്ടിക്കുന്ന കപട പദ്ധതികളിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ആർക്കും സാധിക്കില്ല. മൂഢരായിരിക്കുന്ന കുറെ നാട്യക്കാരുണ്ട്, ഇഷ്ടം പോലെ നാട്യക്കാരുണ്ട്. അവർ പറയുന്ന കപട പദ്ധതികളുണ്ട്, കുറേ പദ്ധതികൾ. ഈ പദ്ധതികളിലൂടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആർക്കും കിട്ടില്ല. നമ്മൾ 16 മാല ജപിച്ചത് കൊണ്ടോ, ഉള്ളി വെളുത്തുള്ളി സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടോ, ചായയും കാപ്പിയും നിർത്തിയത് കൊണ്ടോ, നോൺ വെജ് സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടില്ല. ആത്മസാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധം വേണം. ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധം വേണമെങ്കിൽ എന്താണ്? നമുക്ക് ഇസ്കോൺ ടെമ്പിളുമായിട്ട് ബന്ധം വേണം. ഇസ്കോൺ ടെമ്പിളുമായിട്ട് ബന്ധമില്ലേ, നമ്മൾ ആ പരമ്പരയിൽ നിന്ന് പുറത്താണ്. മനസ്സിലാവുന്നുണ്ട്? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏത് ലോകത്ത് പോയി ഒരു വീട് വെച്ചെന്ന് കരുതാം, അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഉഗാണ്ടയിലോ എവിടെ പോയി നമ്മൾ വീട് വെച്ചാലും ആ വീടിന് ലൗഡയിൽ നിന്നോ വൃന്ദാവനെന്നോ അല്ലെങ്കിൽ ദ്വാരകാന്നോ ഇനി അതല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട് എന്നോ എന്ത് പേര് നമ്മൾ വെച്ചാലും ശരി, നമ്മുടെ സ്വന്തം പേര് വെച്ചാലും ശരി, നിങ്ങൾ ആരാ? ഞാൻ ഇന്ന തറവാട്ടിലെയാ, ആ ഒരു പേരിനൊരു അടിസ്ഥാനമുണ്ട്, അല്ലേ? ആ തറവാടിന്റെ പേര് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവില്ല. അത് പോയാ പോയി. എന്ത് മനോഹരമായ പേര് നിർമ്മിച്ചാലും ലൗഡയിൽ താമസിക്കുന്ന വ്യക്തി എന്നുള്ള പേര് വരില്ല. ഇന്ന തറവാട്ടിലെ ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന തറവാട്ടിലെ ഇന്ന വ്യക്തിയുടെ മകൾ എന്ന പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇസ്കോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തറവാടാണ്. അതിന് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ തറവാട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ പോയി, നമ്മുടെ അടിസ്ഥാനം പോയി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ തറവാട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ആത്മസാക്ഷാത്കാരം നേടാൻ നമുക്ക് കഴിയില്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കാര്യമാണ്, എൻ്റെ വാക്കുകളല്ല. പിന്നെന്താ പറയുന്നത്? ഭാഗവതത്തിൽ പറയുന്നു, ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് വെച്ചാൽ എന്താ? ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ധർമ്മത്തിന്റെ മാർഗം.
ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ധർമ്മത്തിന്റെ മാർഗം എന്നുള്ളത്. മനസ്സിലായോ? മാനസികമായിരിക്കുന്ന ഊഹാപോഹങ്ങൾക്കോ ശുഷ്കവാദങ്ങൾക്കോ ഒരാളെ നേർവഴിക്ക് നയിക്കാൻ കഴിയില്ല. മാനസികമായിട്ട് പല പല ഊഹാപോഹങ്ങളുണ്ടാവും, പല പല വാദങ്ങളുണ്ടാവും. ഇതുകൊണ്ടൊന്നും ഒരാളെയും നേരായ വഴിക്ക് നടത്താൻ കഴിയില്ല. ഒരാളെ നേരായ വഴിക്ക് നടത്തണമെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗുരുശിഷ്യ പരമ്പരയായിരിക്കുന്ന ഇസ്കോണിലൂടെ ധർമ്മത്തിന്റെ മാർഗം അന്വേഷിക്കണം. ക്ലിയർ? സ്വതന്ത്രമായിരിക്കുന്ന ഗ്രസ്ത പഠനങ്ങളാവട്ടെ ആധ്യാത്മിക പുരോഗതിക്ക് ആരെയും സഹായിക്കില്ല. സ്വന്തമായിട്ട് നമ്മൾ എന്തോരം പഠിച്ചാലും ശരി, ആ വ്യക്തിക്ക് ആധ്യാത്മിക എന്തുണ്ടാവില്ല? ഗുണം ഉണ്ടാവില്ല. ആധ്യാത്മിക ഗുണം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് എന്തോരം പഠിച്ചാലും പഠിപ്പിച്ചാലും ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല. ജ്ഞാനസിദ്ധിക്ക് വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആചാര്യനെ തന്നെ സമീപിക്കണം. ജ്ഞാനസിദ്ധിക്ക് വിശ്വാസ്യനായിരിക്കുന്ന ഒരാചാര്യനെ തന്നെ സമീപിക്കണം. മനസ്സിലായില്ലേ? അത് വേണ്ട. ഇത് വിഘ്നേശ്വരന് വെച്ച പ്രസാദാട്ടോ, ക്ഷമിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടുണ്ട് ഇവിടെ, അവൾ തിന്നുകളയും. അവളുടെ ഞാൻ ലൈവിൽ കാണിക്കാറുണ്ട്, അവൾ സമ്മതിക്കില്ല. ഞാൻ വരില്ല അറിയും. ഭയങ്കര തീറ്റ പണ്ടാരാ. ലൈവ് കഴിഞ്ഞാൽ എന്നെ അവൾ കൊല്ലും. പക്ഷെ പോകുന്നതിന് മുമ്പേ ഒരു ദിവസം ലൈവ് കാണിച്ചിടാം. അപ്പം വിശ്വാസ്യനായിരിക്കുന്ന എന്താണ് ആചാര്യനെ വേണം നമ്മൾ സമീപിക്കാൻ. വിശ്വാസനായിരിക്കുന്ന ആചാര്യൻ ആരാണ്? ശ്രീല പ്രഭുപാജി, ജയപതാക് മഹാരാജ്. ഇസ്കോണിലൊക്കെ എല്ലാവരും വിശ്വാസരാണ്, ഒരു സംശയം വേണ്ട. ഇസ്കോണിന്റെ അകത്താണോ അവര് ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധമുള്ളതാ? അല്ല, കുറച്ച് വെള്ളം തരുമോ? ഗീത തൊടാൻ പറ്റൂല. കൈ കഴുകട്ടോ, അല്ലാതെ ഗീത തൊടാൻ പറ്റൂല. അപ്പം നമ്മൾ എന്താണ്, നല്ലൊരു ആചാര്യനായിട്ട് പ്രിൻസ് കുമാർ ചെമ്പോത്തിൽ, ഇത് ശരിയാണോന്ന്? ശരിയല്ല, താങ്കൾ സ്വീകരിക്കേണ്ട. ഞാനിപ്പോൾ കാണിക്കുന്നത് ശരിയല്ല, സത്യമായിട്ടും ശരിയല്ല. ഞാൻ മൊത്തം ശരികേട് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസ്യനായ ഒരു ആചാര്യനെ നമ്മൾ സമീപിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇസ്കോണിൻ്റെ അകത്ത് ഗുരുശിഷ്യ പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗീത പഠിക്കണം. ഇസ്കോണിൻ്റെ അകത്ത് വേറെ ഗീതയില്ല, ശ്രീല പ്രഭുപാജിയുടെ ഗീതയുള്ളൂ. കാരണം എന്താ? നമ്മുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് ആരാ? ശ്രീല പ്രഭുപാജിയാണ്. പ്രിൻസ് പ്രഭു, ശരിയും ശരികേടും കാണിക്കാനേ ഞാൻ ആധ്യാത്മിക ഗുരുവല്ല, ഒന്നുമല്ല. ഞാൻ തെറ്റുകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്നതാരും എനിക്ക് അന്യരുമല്ല. എൻ്റെ സഹോദരികളും സഹോദരന്മാരും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ആൾക്കാരുമാണ്. ഞങ്ങളിവിടെ ഒരു ഒഫീഷ്യൽ സംഭവങ്ങളൊന്നും നടത്തുന്നില്ല. എനിക്കറിയാവുന്ന ഞാനും പറയുന്നു, അവർക്കറിയാവുന്ന അവരും പറയുന്നു. അല്ലാതെ സംഭവബഹുലമായി ഒന്നും കാണിക്കാൻ ഇവിടെ ക്ഷേത്രവുമല്ല ക്ഷേത്ര ആരാധനകളുമല്ല പോകുന്നത്. മനസ്സിലാവുണ്ടോ പ്രഭുജിക്ക്? പിന്നെ വെളുപ്പിനെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്ന എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയണമെങ്കിൽ ഒരല്പം ശക്തി വേണം. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ പ്രസാദം അതിങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. ആ പ്രസാദം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ ഒരു മൂലക്കിലിടുന്നത് ശരിയല്ല. ഞങ്ങളിവിടെ പ്രസാദം വെച്ചെടുത്തു കഴിഞ്ഞാൽ ആരായാലും അപ്പപ്പം അത് കഴിക്കും, തൊട്ടപ്പുറത്തും ഒക്കെ കൊടുക്കും. ആ സെക്കൻഡിൽ അത് തീർക്കും. അല്ലാണ്ട് അത് കൊണ്ടുപോയി കുറെ ഫ്രിഡ്ജിൽ ഡംപ് ചെയ്യാം, കുറെ അത് അവിടെ വെക്കുക, കുറെ അത് ഇവിടെ വെക്കുക, ആ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിൻസ് പ്രഭു എന്ത് ചെയ്യണമെന്നറിയോ? ഇത്രയും നേരം പറഞ്ഞ ശരികളെ കുറിച്ച് ചിന്തിക്കൂ.
ഒരു ശരികേടല്ലേ, അത് ആർക്കും പറ്റുവളിയാ, അതെനിക്കും പറ്റി. പക്ഷെ ഞാനത് ശരികേടാന്ന് പറയില്ല. എനിക്ക് വിശന്നാൽ ഞാൻ കഴിക്കും, അതിലെന്താ തെറ്റ്? ഈ ഇരിക്കുന്നതൊക്കെ ഞാനുമായിട്ട് വളരെ ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവർക്കൊരു സങ്കടം, അത് എൻ്റെയും സങ്കടമാണ്. എനിക്കൊരു വിഷമമുണ്ടല്ലോ, അത് അവരുടെയും വിഷമമാണ്. ഞങ്ങളിവിടെ ഒഫീഷ്യൽ സംഭവങ്ങളൊന്നും നടത്തുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് കളിയും ചിരിയും തമാശയും പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാനങ്ങോട്ട് പൂണൂല് ധരിച്ച ബ്രാഹ്മണനോ അല്ലെങ്കിൽ നമ്പൂതിരി ഇല്ലത്ത് ജനിച്ച അന്തർജനോ ഒന്നുമല്ല. അവിടെ താങ്കൾ കുറച്ച് നേരം അവിടെ ഇരിക്കും, താങ്കൾക്ക് മറുപടി വരപ്പോൾ സമയമില്ല. ഞങ്ങളൊരു ആത്മീയ ആചാര്യനെ പോയി തേടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആത്മീയ ഗുരുവിനെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം. നമ്മൾ സ്വയം സമർപ്പിതമാവണം ആത്മീയ ഗുരുവിൻ്റെ മുമ്പിൽ. അതിനാണ് ഞാൻ പറയുന്നത് എന്ത്, ശ്രീല പ്രഭുപാജിയെ നമ്മൾ ആരാധിക്കണം. നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നില്ലേ? ഭഗവാൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഭക്ത ഹൃദയത്തിലാണെന്ന് പറയും. അപ്പം ഇന്ന് ഈ 2024 ഒരു ഭക്തനെ തേടാൻ പോയാൽ എവിടെയും കിട്ടില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല. പക്ഷേ ശ്രീല പ്രഭുപാജി എന്ന് പറയുന്നത് തികഞ്ഞ ഭക്തനാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, മാതാജി അപ്പം ജയപതാക് ഗുരു മഹാരാജ് അത് അതുപോലെ തികഞ്ഞ ഭക്തനാണ്. പക്ഷേ ശ്രീല എന്താ പറയാ, ജയപതാക് മഹാരാജില്ലേ, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തെ അല്ല ആത്മസമർപ്പണം ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയാണെന്നാണ് പറയുന്നത്. ആരെ? ശ്രീല പ്രഭുപാജിയാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹവും പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹവും ഒരു തികഞ്ഞ ഭക്തനല്ല എന്നാണ് പറയുന്നത്. അതാണ് ഭക്തിയുടെ ആഴം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടം, ജയപതാക് ഗുരു മഹാരാജിന് ഇഷ്ടം, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ആരാധിക്കുന്നതാണ്, ആത്മസമർപ്പണം ചെയ്യുന്നതാണ് ജയപതാക് ഗുരു മഹാരാജിന് ഇഷ്ടം. ആ ഗുരുവിൻ്റെ, ജയപതാക് ഗുരു മഹാരാജിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നേരെ ശ്രീല പ്രഭുപാജിയെ നമ്മൾ ആരാധിക്കുന്നത്, ആത്മസമർപ്പണം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശ്രീല പ്രഭുപാജിയെയും നമ്മുടെ ഗുരു പരമ്പരയെയും നമ്മൾ വന്ദിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വേസ്റ്റാണ്, ഒരു കാര്യമില്ലാതെ പോകും. ജയപതാക് ഗുരു മഹാരാജില്ലേ, തീരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, നമ്മുടെ ജയപതാക് മഹാരാജിൻ്റെ ഫോട്ടോ ശ്രീല പ്രഭുപാജിയുടെ ഫോട്ടോയുടെ കൂടെ ഗുരുപരമ്പരയിൽ വെക്കുന്നത് ജയപതാക് മഹാരാജിന് ഇഷ്ടേയല്ല. ഭയങ്കര ബഹളം വെക്കും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്താ പറയാന്നറിയോ? എൻ്റെ ഗുരുവിൻ്റെ കൂടെ എൻ്റെ ഫോട്ടോ വെക്കരുത്, ഞാൻ സമ്മതിക്കൂല, ഞാൻ അതിനായിട്ടില്ല, എൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കരുത് എന്നാണ് പറയും. ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് ജയപതാക് ഗുരു മഹാരാജിന് എന്താ പറയുക, ദേഷ്യമല്ല, വിഷമം വരും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ദേഷ്യമൊന്നും വരില്ല, വിഷമം വരും. അദ്ദേഹം പറയും, എൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കരുത്, എനിക്ക് എൻ്റെ ഗുരുവിൻ്റെയും ഗുരു പരമ്പരയുടെയും ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയും. ആലോചിച്ചു, സമ്മതിക്കില്ല അദ്ദേഹം, ഒട്ടും സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം വരും. അദ്ദേഹത്തിന് സങ്കടം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ജയപതാക് ഗുരു മഹാരാജിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ശ്രീല പ്രഭുപാജിയെയും പ്രഭുപാജിയുടെ ഗുരുക്കന്മാരെ, അതായത് നമ്മുടെ ഗുരു പരമ്പരയും ആരാധിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പ്രഭുപാജിയുടെ ഐഡൽ വെക്കാൻ പറയുന്നത്. ഭൃത്യനെ പോലെ ദുരഭിമാനം ത്യജിച്ച് സേവിക്കുകയും വേണം. നമ്മൾ സേവനം നടത്തുമ്പം ഭൃത്യനെ പോലെ ആയിരിക്കണം, ദുരഭിമാനം പാടില്ല. ഞാൻ ഗീത പറയുന്ന ആളല്ലേ, ഞാൻ ഭാഗവതം പറയുന്ന ആളല്ലേ, ഞാൻ ആചാര്യനല്ലേ, എന്നെ ഇങ്ങനെ സേവിക്കണം അങ്ങനെ സേവിക്കണം ഒന്നും പാടില്ല. നമ്മൾ സർവൻറ്റിൻ്റെയും താഴെയായിരിക്കണം, ഭൃത്യനെ പോലെ ആയിരിക്കണം നമ്മൾ. അങ്ങനെ വേണം നമ്മൾ സേവനം ചെയ്യാൻ, എന്നാലേ അത് കൃഷ്ണാവബോധത്തിൽ നിൽക്കും. അല്ലാതെ ഞാനെന്ന ഭാവത്തിൽ ദുരഭിമാനത്തോടു കൂടി നമ്മൾ ഒന്നും ചെയ്യരുത്. അത് നമ്മളെ ജീവിതത്തിൽ അബദ്ധമായിരിക്കും. മനസ്സിലാവുണ്ടോ? ആത്മസാക്ഷാത്കാരം നേടിയ ആത്മീയ ഗുരുവിൻ്റെ സംതൃപ്തി അത്രേ ആത്മീയ ജീവിത പുരോഗതിയുടെ രഹസ്യം. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ആരാണ്? ശ്രീല പ്രഭുപാജി. അദ്ദേഹത്തിൻ്റെ സംതൃപ്തിയാണ് എന്ത്? ആത്മീയ ജീവിത പുരോഗതിയുടെ രഹസ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിത പുരോഗതി വലിയ പുരോഗതിയാണ്. അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ 1% ലഭിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം വിട്ടേക്കൂ. ഭൗതികമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം വിട്ടുകളയൂ.
ഒരു തെറ്റ് കുറ്റങ്ങളോ ആരിലും കാണാനില്ല. ആത്മീയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗുരുവിനെ സമീപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ വിനയവും സത്യ അന്വേഷണവുമാണ് ആത്മീയ ജ്ഞാനത്തിന് അനുയോജ്യമായ 2 ഘടകങ്ങൾ. സത്യത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരമസത്യത്തെ, സാക്ഷാൽ കൃഷ്ണനെ അന്വേഷിക്കുക. കൃഷ്ണനെ അന്വേഷിക്കുമ്പം ഭൗതികമായിരിക്കുന്ന ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഭൗതികമായിട്ട് പല കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ശരീരത്തെ മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം വിട്ടേക്കും. ശരീരം എന്ന് പറയുന്നത് എന്തല്ല? സാധാ എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നല്ല. അതെല്ലാം വിട്ടേക്കും. പരമസത്യത്തെ അന്വേഷിക്കുക, അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ അന്വേഷിക്കുക. ആധ്യാത്മിക ഗുരുവിലൂടെ, ഗുരു ശിഷ്യ പരമ്പരയുമായി കണക്റ്റായ ഒരാളിലൂടെ. മനസ്സിലാവും? അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ അത്രയ്ക്കത്ര വിനയ മനോഭാവമായിരിക്കും. കിടന്ന് ബഹളം ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ചോദ്യം ചെയ്യുക, ദ്രോഹിക്കുക, കുറ്റം പറയുക, കുനിഷ്ട് പറയുക, അസൂയ പറയുക, ഒരാളെ നേരെ ചുമ്മാ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറവുകൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരാണ് ഒരാളെ നേരെ കുറ്റം പറയാൻ? നമുക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് നമ്മൾ വേറൊരാളെ കുറ്റം പറയുന്നത്? നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർന്നോ? നമ്മൾ ഒരാളെ കുറ്റം പറയാൻ? പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അല്ലേ? അതൊന്നും തീരാത്ത നമ്മളെങ്ങനെയാണ് മറ്റൊരാളെ കുറ്റം പറയുന്നത്? നമ്മളെങ്ങനെയാണ് അത് കേൾക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് പരമാവധി വിനയത്തിലേക്ക് വരിക. ഈ വിനയവും ഒപ്പം ഭഗവാനെ അന്വേഷിക്കലുമാണ് ആത്മീയ ജ്ഞാനം ലഭിക്കാനുള്ള 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ 2 കാര്യമാണ്. മനസ്സിലായില്ലേ? വിനയവും സത്യാന്വേഷണവും. സത്യാന്വേഷണം എന്ന് പറയുമ്പം ഒരാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് വാങ്ങി, എന്ത് കൊടുത്തു, ഇതല്ല സത്യാന്വേഷണം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ അന്വേഷിക്കുക, അതാണ് സത്യാന്വേഷണം. വിനയവും സേവനവും ഇല്ലാതെ ആത്മീയ ഗുരുവിനോടുള്ള അന്വേഷണങ്ങൾ ഫലപ്രദമാവില്ല. വിനയവും ഇല്ല, ഒരു സേവനവും ചെയ്യുന്നില്ലെങ്കിൽ അത് ആധ്യാത്മിക ഗുരുവിനോടുള്ള അന്വേഷണങ്ങൾക്ക് ഫലം തരില്ല. വിനയവും ഉണ്ടായിരിക്കണം, സേവനവും ചെയ്യണം. എന്നാൽ ആത്മീയ ഗുരുവിനോടുള്ള ഒരു അന്വേഷണം നമുക്ക് കിട്ടും. ഗുരുവിൻ്റെ പരീക്ഷണങ്ങളിൽ ശിഷ്യൻ ജയിക്കണം. അത് ഗുരുവാണെന്നും പറഞ്ഞിരിക്കുന്നവരുടെ പരീക്ഷണങ്ങളിലല്ല, സാക്ഷാൽ ഗുരുവിൻ്റെ പരീക്ഷണങ്ങളിൽ. എന്താ ഗുരുവിൻ്റെ പരീക്ഷണം? എത്ര ജപിക്കുന്നു, എത്ര വായിക്കുന്നു, എത്ര ദൂരം സേവനം ചെയ്യുന്നു, എന്തെല്ലാം രീതിയിൽ കൃഷ്ണാവബോധത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഉറപ്പായിട്ട് മേഘാമാതാജി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ശിഷ്യൻ ജയിക്കേണ്ടത്. അങ്ങനെ ശിഷ്യന്റെ ആഗ്രഹം യാതൊരു തരത്തിലുള്ള വ്യാജവുമല്ല, കളവല്ല എന്ന് മനസ്സിലാക്കിയാൽ ആത്മീയ ജ്ഞാനം നൽകി ഗുരു അയാളെ അനുഗ്രഹിക്കും. നമുക്ക് ഉറപ്പായിട്ടും ശ്രീല പ്രഭുപാജിയിൽ നിന്ന് ആത്മീയ ജ്ഞാനം വേണം അല്ലേ? ആത്മീയ ജ്ഞാനമില്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? തത്തകളാ. ആത്മീയ ജ്ഞാനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആത്മീയ ജ്ഞാനം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. അതിനാണ് ഞാൻ നിങ്ങളോട് ശ്രീല പ്രഭുപാജിയുടെ ഐഡൽ വാങ്ങി വെച്ച് ആരാധിക്കാൻ പറഞ്ഞത്. ആ ഗുരുവിനോട് നിരന്തരം ചോദിക്കും, ശ്രീല പ്രഭുപാജി എനിക്ക് ജപിക്കാനുള്ള ശക്തി തരും, എനിക്ക് ഈ ഭൗതികതയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാനുള്ള ശക്തി തരും, ഭഗവാനെ അറിയാനുള്ള അനുഗ്രഹം നൽകും എന്നെന്നും ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നും ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ച് വരുമ്പോൾ ഗുരു മനസ്സിലാക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് ഈ ചോദ്യം വരുന്നത് എന്ന്. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ആത്മീയ ജ്ഞാനം നൽകി അനുഗ്രഹിക്കും. അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അത് മരിച്ചിട്ടെത്തും എന്നല്ല പറയണത്. ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് വരും. ഭഗവാനുമായിട്ട് ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെന്തായി? നമുക്ക് ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ ശ്ലോകത്തിൽ അന്ധമായിരിക്കുന്ന അനുസരണയെയും നിരർത്ഥകമായിരിക്കുന്ന ചോദ്യങ്ങളെയും തള്ളിപ്പറയുന്നു. ആത്മീയ ഗുരുവിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല, അന്വേഷണങ്ങളിലൂടെയും വിനയത്തോടു കൂടിയുള്ള സേവനത്തിലൂടെയും
കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരു സ്വാഭാവികമായും ശിഷ്യനോട് കാരുണ്യം കാണിക്കും. നല്ല വിശ്വാസ്യനായിരിക്കുന്ന ഒരു ഗുരു എന്താ ചെയ്യുക? ശിഷ്യനോട് എപ്പോഴും കരുണയുള്ളവനായിരിക്കും. ആ ശിഷ്യനെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഒരു കാരണവശാലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ശിഷ്യൻ വിനയത്തോടുകൂടി സദാ സേവനം ചെയ്യാൻ റെഡിയായിരിക്കും. പ്രശ്നോത്തര വിനിമയം പരിപൂർണമായിരിക്കും. മനസ്സിലായി? വിനയത്തോടെ സേവനം ചെയ്യും. കാരണം എന്താ? അത്രയും സ്നേഹവും വിനയവും ഗുരു എന്ത് ചെയ്യും? ശിഷ്യനോട് കാണിക്കും. മനസ്സിലായി? അത്രയും സ്നേഹവും വിനയവും ശിഷ്യനോട് ഗുരു കാണിക്കും. അതാണ് ഒരു ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. 1000 10,000 ലക്ഷക്കണക്കിന് തെറ്റുപറ്റും ശിഷ്യന്മാർക്ക്. പക്ഷേ ഗുരു അത് എന്ത് ചെയ്യും? ക്ഷമിക്കും. സ്നേഹത്തോടു കൂടി അത് തിരുത്തി കൊടുക്കും. അല്ലാതെ കടന്നുപോയി ഇവിടുന്ന് എന്നൊന്നും പറയില്ല. മനസ്സിലാവുന്നു? അപ്പം 34 ശ്ലോകങ്ങൾ കഴിഞ്ഞു. സമയം 11:30 ഇനി അന്നദാനമുണ്ട്. അന്നദാനം പാക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അന്നദാനം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് അന്നദാനം കഴിയുമ്പോൾ ഒരു ക്ലാസ് കൂടി എടുക്കാം. പെട്ടെന്ന് തീരും. 35 ആയില്ല. അടുത്ത 35 എടുക്കാം. നമ്മുടെ 42 ശ്ലോകമേ ഉള്ളൂ. മനസ്സിലായില്ലേ? 42 ശ്ലോകമേ ഉള്ളൂ. ആ ശ്ലോകം കഴിഞ്ഞാൽ നമുക്കെന്തായി? നമ്മുടെ 4ാമത്തെ അധ്യായം കഴിഞ്ഞു. ക്ലിയർ? അഞ്ചാമത്തെ അധ്യായം വളരെ ചെറിയ അധ്യായമാണ്. ഗീത പറഞ്ഞു തരുന്നത് പോലെ രാമായണം പറഞ്ഞുതരാം കേട്ടോ. ഞാനിങ്ങനെ രാമായണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടതിനും അപ്പുറത്തൊരു രാമായണമുണ്ട്. ആ രാമായണം ഞാൻ പറഞ്ഞുതരാം. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നാളെ നമുക്ക് 5:30 ക്ലാസ് എടുക്കാം. എന്ത് വന്നാലും നാളെ രാവിലെ ഈ ഒരു വൈബ് കാണിച്ചുതരാം. 5:30 ആകുമ്പോൾ ക്ലാസ് എടുക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓക്കെ. ഹരേ കൃഷ്ണ. നിങ്ങളുടെ എല്ലാവരുടെയും തൃപാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. പ്രിൻസ് പ്രഭു ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എനിക്കൊരു ദേഷ്യമില്ല. നമ്മളിങ്ങനെയാണ്. കുറച്ച് തമാശ, കുറച്ച് സീരിയസ്. വരണം. വന്നില്ലേ ഞാൻ അന്വേഷിച്ച് അങ്ങോട്ട് വരും. ഓക്കെ. നമുക്കെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. പ്രിൻസ് പ്രഭു, താങ്കൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങേക്ക് എന്താ പറയുക, ശ്രീല പ്രഭുപാജിയുടെ കാരുണ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ, ഒരു ഉയർന്ന ഭക്തനായി അങ്ങ് മാറട്ടെ. ഓക്കെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇനി പ്രത്യേകം ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എന്നാലും ഞാൻ പ്രസാദം കഴിച്ചപ്പം എന്നോട് അങ്ങനെ ചോദിച്ചില്ലേ? എനിക്ക് വിശന്നിട്ടല്ലേ? ഞാനൊരു പാവല്ലേ? എനിക്ക് വിശക്കൂലേ? അതിലുപരി ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വല്ലാത്ത കൊതിയാപ്പാ. എങ്ങനെയെങ്കിലും അത് തിന്നണം ഒരാസക്തിയാണ്. അയ്യോ, അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു 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 വ്യഗ്രതയാണ്. ചാടി വീണ് എങ്ങനെയെങ്കിലും മേടിക്കും. അതിപ്പോൾ ഉള്ള സൂക്കേടല്ല, പണ്ട് മുതലുള്ള അസുഖ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അവിടെയുള്ള ക്ഷേത്രത്തിൽ പോയാലേ അവിടെ ഇങ്ങനെ എല്ലാവരും പോകുമല്ലോ. ഞങ്ങളെല്ലാവരും, ഞാൻ പോണ പ്രസാദം കഴിക്കാൻ, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ തിക്കി നിന്നിങ്ങനെ കൈ കാണിച്ച് പ്രസാദം മേടിക്കും. അപ്പം ഞാൻ ഈ കൈയും മേടിക്കും, ആൾക്കൂട്ടത്തിലൂടെ ഈ കൈയും കാണിക്കും. 2 കൈയിലും മേടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഉള്ളിൽ നിന്ന് വലിഞ്ഞ് പുറത്ത് വരുമ്പം ആക്രാന്തം സത്യം. പുറത്ത് വന്ന് അവിടുത്തെ ഏട്ടന്മാർ വയ്ക്കും, നിന്നെ ഇന്ന് ശരിയാക്കി തരാമെന്ന് പറയും. ഇവിടെ ഉരുളി മേടിച്ച് പ്രസാദം കൊടുക്കുമ്പോൾ നീ 2 കൈയിലും മേടിച്ചുകൊണ്ട് പോകണല്ലേ എന്ന്.
എന്നിട്ടോ അത് തിന്നതിന് ശേഷം വായലിട്ട് കൽക്കണ്ടമൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെയും കൈ നീട്ടാൻ പോകും. ആ, അങ്ങനൊരു സംഭവമുണ്ട്. പുത്തൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട്, കോഴിക്കോട് പോയിട്ട് അവിടെ ഉണ്ണിത്തിരുമേനിയോട് ചോദിച്ചാൽ മതി, പാൽപ്പായസം കുടിക്കാൻ സ്വന്തം പേരിൽ പൂജ ചെയ്യുന്ന ആളാ ഞാൻ. അച്ഛനോട് ഞാൻ പറയും, അച്ഛാ എനിക്കൊരു 50 രൂപ തരുമെന്ന് ചോദിക്കും. അപ്പം അച്ഛനറിയാം സംഭവം, അച്ഛൻ തരും. എന്നിട്ട് അമ്പിളി രോഹിണി നക്ഷത്രം എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഞാൻ എൻ്റെ പേരിൽ തന്നെ പാൽപ്പായസം കഴിക്കും. എന്നിട്ട് ആ പാൽപ്പായസവും കുടിക്കും. അവിടുത്തെ ഉരുളി കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനുവേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് അമ്പലം ചുറ്റി ഓടി വന്നിട്ട് ഉരുളി കഴുകാൻ നിൽക്കും. കാരണം എന്താ, അതിൻ്റെ സൈഡിലുള്ളതൊക്കെ വടിച്ച് തിന്നാൻ. ഈ ഒരു ആസക്തി ഈ ജന്മം പോവില്ലെന്നേ. അന്നദാനം എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതിയാ കേട്ടാ, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഒന്നും നോക്കൂല, ഇട്ടോളൂ 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 എന്ന് പറയും. അതുകൊണ്ട് പ്രിൻസ് പ്രഭു ഇങ്ങനൊരു ദുശീലമുണ്ട്. അതെ 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 എൻ്റെ കൂട്ടുകാരി പറയാണ്, ആ പ്രസാദം അവളങ്ങ് തിന്നാൻ, ഞാൻ ക്ലാസ് എടുക്കാന്ന് ആണല്ലോ, അപ്പം അവളത് തിന്നാന്ന് കരുതി. പക്ഷെ സമ്മതിക്കൂലല്ലോ, നോമ്പിൻ്റെ കണ്ണുകൾ അതിൻ്റെ മുകളിലുണ്ട്. അയ്യോ ഭയങ്കര കൊതിയ, ഒരു രക്ഷയില്ല. പ്രസാദത്തിന് എനിക്കൊരു വല്ലാത്തൊരു ആസക്തിയാണ്. അത് ഏത് ക്ഷേത്രത്തിലെ പ്രസാദമായാലും ശരി, ആര് തന്നാലും ഞാൻ ഇരുന്ന് തിന്നും. മറ്റൊന്നും എനിക്ക് വേണ്ട, അത് കിട്ടിയാൽ മതി. ഗുരുവായൂർ അമ്പലത്തിൽ അന്നദാനം കൊടുക്കാൻ പോയിട്ട് 3 കിലോ ഒക്കെ കൂടിയെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ആണല്ലേ. അതാണ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് പ്രസാദം കിട്ടിയാൽ എന്നെ ഒന്നും പറയരുത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയാൽ വേണമെങ്കിൽ എനിക്ക് അയച്ചു തരാം, ഞാൻ തിന്നോളാം. മറ്റൊന്നും വേണ്ട എനിക്ക്, ഇത് മതി. ഓക്കെ, അപ്പം ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്മ വരട്ടെ. ഞാൻ അന്നദാനം പാക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ അന്നദാനം ഞാൻ കഴിക്കില്ല, ഒരിത്തിരി പ്രസാദം എന്നുള്ള നിലയ്ക്ക് കഴിക്കും. കാരണം ഇത് പാവം, ആൾക്കാർ വിശന്നിരിക്കണമല്ലോ. ഓക്കെ, ഹരേ കൃഷ്ണ.